ഗുഡ് മോർണിംഗ്. അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം പഠിച്ചു തീർന്നു. മാത്സ് ബോക്സ് എന്നുള്ള ചാപ്റ്റർ പഠിച്ചു തീർന്നായിരുന്നല്ലോ. ലാസ്റ്റ് നമ്മൾ മാത്സ് ബോക്സ് എന്നുള്ള ചാപ്റ്റർ എന്റെ ഏറ്റവും അവസാനം വരെ പറഞ്ഞ ഓക്കെ. അതായത് മാത്സ് ബോക്സിലൂടെ നമ്മൾ പഠിച്ചതായിരുന്നു ഒരു സ്ത്രീ അവളുടെ ജീവിതത്തില് അനുഭവിച്ച കഷ്ടപ്പാടുകളെ പറ്റി നോമിത എന്ന് പറയുന്ന പെൺകുട്ടിയുടെ കഥയിലൂടെ നമുക്ക് ആശാപൂർണ ദേവി പറഞ്ഞു തന്ന മനോഹരമായ ഒരു ഷോർട്ട് സ്റ്റോറി ആയിരുന്നു ഏത് മാത്സ് ബോക്സ്. അപ്പൊ മാത്സ് ബോക്സ് എന്നുള്ള ചാപ്റ്റർ നമ്മൾ പഠിച്ചു തീർന്നു. ഇനി നമുക്ക് ഈ യൂണിറ്റ് ഒരേ ഒരു ചാപ്റ്ററും കൂടെ ഉള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് ഓണപരീക്ഷ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇനി 2 ചാപ്റ്ററും കൂടെ മൊത്തം പഠിക്കാനുള്ളായിരുന്നു ഓണപരീക്ഷയ്ക്ക്. നമ്മളിപ്പോ ഓണപരീക്ഷയുടെ കറക്റ്റ് ടൈമിലാണ് നമ്മൾ ഇംഗ്ലീഷ് നിൽക്കുന്നത്. ഇനി ബാക്കി നോട്ട്സും കാര്യങ്ങളെല്ലാം തന്നെ അപ്പോഴപ്പോഴും ഞാൻ തന്നു പോവുകയാണ്. അപ്പോഴപ്പോഴും നിങ്ങൾ എഴുതി നിങ്ങൾ ശ്രദ്ധിച്ചു. എല്ലാവരും നോട്ട്ബുക്ക് കൊണ്ട് എടുത്ത് വെച്ചേക്കണേ. കാരണം അപ്പോഴപ്പോഴും നോട്ടുകൾ ഞാൻ പറഞ്ഞു പോകുന്നത് നോട്ട്ബുക്ക് കൊണ്ട് എടുത്ത് വെച്ചിരിക്കുക. ഓക്കെ. അടുത്തായിട്ട് പേജ് നമ്പർ 26 26 എടുക്കുക. 26 ഒരു ചെറിയൊരു അനക്ഡോട്ട്. എന്താ ഈ അനക്ഡോട്ട്? ചെറുകഥ എന്ന് പറയും. ഷോർട്ട് സ്റ്റോറി, അനക്ഡോട്ട്, ചെറുകഥ, ഫലിതം, അങ്ങനെയൊക്കെയാണ് അതിന്റെ മലയാളം. ചെറിയ രസമുള്ള കഥകളെ വിളിക്കുന്ന പേരാണ് അനക്ഡോട്ട്. ഇവിടെ ഒരു അനക്ഡോട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതായത് സുധാമൂർത്തി എഴുതിയിരിക്കുന്ന, സുധാമൂർത്തി എന്ന് പറയുന്ന വ്യക്തി എഴുതിയിരിക്കുന്ന ഒരു ലഘുലേഖനം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ വളരെ രസകരമായ ഒരു ലഘുലേഖനമാണ് നമുക്ക് പഠിക്കാനുള്ളത്. പേര് ഹൊറിഗാലു. ഹൊറിഗാലു ന്യൂ വേർഡായിരിക്കും പല ആൾക്കാർക്ക്. HOREGALU ഹൊറിഗാലു. ഹൊറിഗാലു എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമട് താങ്ങി എന്നാണ്. ചുമട് താങ്ങി പണ്ട് കാലത്തെല്ലാം തന്നെ ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ആ കാലഘട്ടത്തിലെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയൊന്നുമില്ല. അപ്പോ സങ്കല്പിക്കുക, നെടുമങ്ങാട്, പാലോട്, അതുപോലെ തന്നെ ആര്യനാട്, ഈ പ്രദേശങ്ങളെല്ലാം കണക്റ്റിംഗ് ആയ സ്ഥലമാണ്. അപ്പോ പാലോട് താമസിക്കുന്ന ആൾക്ക് നെടുമങ്ങാട് മാത്രമേ പണ്ട് കാലത്ത് ചന്തകൾ, മാർക്കറ്റുകളൊക്കെ ഉള്ളായിരിക്കും എന്ന് സങ്കല്പിക്കാം. അപ്പൊ മാർക്കറ്റുകളൊക്കെ ഇവിടെ ഉള്ളു. അപ്പൊ പാലോട് താമസിക്കുന്ന കൃഷിക്കാരെല്ലാം തന്നെ, അല്ലെങ്കിൽ താമസിക്കുന്ന ആൾക്കാരെല്ലാം തന്നെ അവരുടെ സാധനങ്ങളെല്ലാം തന്നെ നെടുമങ്ങാട് കൊണ്ടുവന്നോണം വിൽക്കാനായിട്ട്. രാവിലെ 3 മണിയാകുമ്പോഴേ വീട്ടിൽ നിന്ന് ഇവർ ഇറങ്ങി പുറപ്പെടും. രാവിലെ ഇവിടെ ചന്തയിലെത്താൻ വേണ്ടി. അപ്പൊ രാവിലെ ബസ്സില്ലല്ലോ. അപ്പൊ ഒരു രാവിലെ തലയ്ക്ക് ചുമന്നുകൊണ്ടാണ് വരുന്നത്. അപ്പൊ വരുന്ന വഴികളിലെല്ലാം തന്നെ 1 കിലോമീറ്റർ 1 കിലോമീറ്റർ കൂടുമ്പോഴെല്ലാം തന്നെ 2 കല്ലുകൾ ഇങ്ങനെയും ഇങ്ങനെ ഒരു നല്ല പൊക്കം നീളമൊക്കെയാണ്. ഏകദേശം ഇത്ര പൊക്കം കാണും. 2 കല്ലുകൾ ഇങ്ങനെ വരും, 1 കല്ല് ഇങ്ങനെ വരും. ഹൊറിസോണ്ടലായിട്ടും വരും, വെർട്ടിക്കലായിട്ടും വരും. ഇങ്ങനെയും വരും, ഇങ്ങനെയും വരും. നമ്മളൊരു ബെഞ്ചിന്റെ രീതിയിൽ അല്ലെങ്കിൽ ഡെസ്കിന്റെ രീതിയിൽ കല്ലുകൾ കൊണ്ട് 3 കല്ലുകൾ, ഇങ്ങനെ 2 കല്ല്, ഇങ്ങനെ 1 കല്ല്, ഈ രീതിയിൽ എല്ലാ ജംഗ്ഷനിലും ഓരോ കിലോമീറ്റർ കൂടുമ്പോൾ ഒരു സാധനം വെച്ചിട്ടുണ്ട്. ഈ സാധനത്തിന് പണ്ട് കാലത്ത് ആൾക്കാർ വിളിച്ചിരുന്ന പേരാണ് ചുമട് താങ്ങി എന്ന് പറയും. എന്തിനാണ് ചുമട് താങ്ങി വെച്ചിരുന്നത് എന്ന് ചോദിക്കുന്നെങ്കിൽ, ഇങ്ങനെ ആൾക്കാർ വരുന്ന സമയത്ത് ഇവർക്കെന്ത് അവരുടെ ക്ഷീണം അകറ്റാനും അവരുടെ ബുദ്ധിമുട്ടുകളെല്ലാം തീർക്കാനും ചുവട് താങ്ങിയുടെ ചുവട്ടിൽ അഥവാ ഹൊറിഗാലുവിന്റെ ചുവട്ടിൽ വെള്ളം കൊണ്ടുവച്ചിരിക്കും. വെള്ളം തണുത്തതല്ല, മൺകുടത്തിൽ വെള്ളം വെച്ചിരിക്കും. ആൾക്കാർക്ക് അത് കുടിക്കാം. അപ്പോ ഇങ്ങനെ നടന്നു പോകുന്ന ആൾക്കാരുടെ അല്ലെങ്കിൽ ഫുഡ് പാസഞ്ചേഴ്സിന്റെ അല്ലെങ്കിൽ ഈ പോകുന്ന പാസഞ്ചേഴ്സിന്റെ എല്ലാം തന്നെ ക്ഷീണം അകറ്റുന്നതിന് വേണ്ടി, ഈ ചുമട് കൊണ്ടുവരുന്ന ആൾക്കാരുടെ എല്ലാം ക്ഷീണം അകറ്റുന്നതിന് വേണ്ടി ഇവർ തയ്യാറാക്കിയിട്ടുള്ള ഈ ഓരോ സ്ഥലത്തും വെച്ചിരിക്കുന്ന ഈ സാധനത്തിന് വിളിക്കുന്ന പേരാണ് ചുമട് താങ്ങി അഥവാ ഹൊറിഗാലു. അതായത് നമ്മൾ പാലോട് നിങ്ങോട്ട് ഇപ്പൊ ഈ ഏരിയയിൽ എവിടെയെങ്കിലും ഒക്കെ ചുമട് താങ്ങി കാണാനായിട്ട് ചാൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഈ നിങ്ങള് റോഡിൽ എവിടെയെങ്കിലും ഒക്കെ നോക്കിയത് പണ്ടത്തെ ആ കല്ല് ഇപ്പോഴും ഇവിടെ എവിടെയെങ്കിലും ഒക്കെ അവശേഷിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വാഹനങ്ങൾ, വണ്ടി വന്നപ്പോൾ പിന്നെ നമുക്ക് അതിന്റെ ആവശ്യമൊന്നും ഇല്ലാതായി. അങ്ങനെ പണ്ടുകാലത്ത് ഉണ്ടായിരുന്ന ഒരു സംഭവത്തെ പറ്റിയാണ് സുധാമൂർത്തി എന്ന് പറയുന്ന എഴുത്തുകാരിയുടെ പേര് പറഞ്ഞു വരുന്നത്. സുധാമൂർത്തി എന്ന് പറയുന്ന എഴുത്തുകാരി ഒരു ലഘുലേഖനം, അവരുടെ സ്വന്തം ഇതാണ്. എന്താണ് അവരുടെ ജീവിതത്തില് സ്വന്തമായിട്ട് അനുഭവിച്ച കാര്യം. ഈ ഹൊറിഗാലു എന്ന് പറയുന്ന സാധനം, അതായത് ചുവട് താങ്ങി എന്ന് പറയുന്ന സ്ഥാനം വെച്ച് ഇവർക്ക് സ്വന്തമായിട്ട് അവർ അനുഭവിച്ച ഒരു കാര്യം അല്ലെ, അവരുടെ ജീവിതത്തിൽ സ്വന്തമായിട്ട് ഉണ്ടായ ഒരു അനുഭവം. അതിനെ വിളിക്കുന്ന പേരാണ്, അവർ എഴുതിയ ഒരു ഓട്ടോബയോഗ്രഫി പോലെയാണ്. ബയോഗ്രഫി എന്ന് വെച്ചാൽ ജീവചരിത്രം. ഒരു കാര്യം മറ്റൊരാൾ എഴുതുക, ഒരാളുടെ കാര്യം മറ്റൊരാൾ എഴുതുക. അതിനെ വിളിക്കുന്ന പേര് ബയോഗ്രഫി, ജീവചരിത്രം. ഒരു വ്യക്തിയുടെ കാര്യം മറ്റൊരാൾ എഴുതുക. പിന്നെ ഒരാളുടെ അനുഭവങ്ങൾ അയാൾ തന്നെ സ്വയം എഴുതുന്നതിനെ വിളിക്കുന്ന പേരാണ് ഓട്ടോബയോഗ്രഫി. ഇവരുടെ ഒരു ഓട്ടോബയോഗ്രഫി പോലുള്ള ചെറിയൊരു, അവരുടെ സ്വന്തം കഥ അവരെ തന്നെ സ്വന്തമായിട്ട് എഴുതുന്നു. ചെറിയൊരു ഫലിതത്തിന്റെ രീതിയിൽ അല്ലെങ്കിൽ ലഘുലേഖനത്തിന്റെ രീതിയിൽ വിളിക്കുന്ന പേരാണ് അനക്ഡോട്ട്. അനക്ഡോട്ട് എന്ന് വെച്ചാൽ ലഘുലേഖനം അഥവാ ചെറുകഥ എന്നൊക്കെ പറയും. ആ രീതിയിലുള്ള സാധനമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹൊറിഗാലു. അപ്പൊ നമ്മൾ ഇതിലൂടെ പറയാൻ പോകുന്നത് ഹൊറിഗാലു എന്ന് പറയുന്ന സാധനം അഥവാ ഈ ചുമട് താങ്ങി എന്ന് പറയുന്ന സാധനം എത്രത്തോളമാണ് സുധാമൂർത്തിയുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയത്. ഹൗ ദ ഹൊറിഗാലു ഇൻഫ്ലുവൻസ്ഡ് ഇൻ ദ ലൈഫ് ഓഫ് സുധാമൂർത്തി എന്നുള്ളതാണ് അവർ പറഞ്ഞിരുന്നത്. അവരുടെ ജീവിതത്തിൽ ആ ഹൊറിഗാലുവിനുള്ള പ്രാധാന്യം, ഇമ്പോർട്ടൻസ് ഓഫ് ഹൊറിഗാലു ഇൻ ഹർ ലൈഫ്. അപ്പോ അതിന് ഉണ്ടായത് ഒരു ചെറിയൊരു ഐഡിയ വെച്ച് അവർ പറഞ്ഞിരിക്കുന്നു. അപ്പൊ നമുക്ക് ആ കഥയിലേക്ക് പോവാം. സിമ്പിൾ സ്റ്റോറിയാണ്, പക്ഷെ ഒരുപാട് നല്ല ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കും. ഇതിനകത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിക്കും. നമുക്ക് നോക്കാം. പാഠത്തിലേക്ക് പോവാണ്. എല്ലാവരുടെയും പുസ്തകം ഉണ്ടാണേ.
പുസ്തകമുണ്ടോ? ഓക്കെ, എല്ലാവരുടെ കയ്യിലും പുസ്തകം വേണം. പുസ്തകം ഇല്ലാത്തവർ ഇന്ന് ഏത് PDF എങ്കിലും എടുത്തിട്ട് വേണം കാണാനായിട്ട്. പുസ്തകം ഇല്ലാതെ ഒരിക്കലും ഇംഗ്ലീഷ് പഠിക്കാനായിട്ടിരിക്കരുത്. ഇംഗ്ലീഷ് അങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. അതാണ് ഇംഗ്ലീഷിന്റെ പഠനം. നോക്കാം നമുക്ക്. ഓക്കെ, ശരി. അപ്പൊ ഒരുപാട് പേരുടെ കയ്യിലുണ്ട്, നമുക്ക് നോക്കാം. ഇവര് പറയുന്ന കാര്യം, അവരുടെ സ്വന്തം അനുഭവം ഇവർ പറയുന്നു. നോക്കാം. ഹോട്ട് സമ്മർ ഡേയ്സ്, വളരെ ചൂടുള്ള കാലഘട്ടം, അല്ലെങ്കിൽ വളരെ ചൂടുള്ള സമ്മർ കാലഘട്ടം എന്ന് പറയും അല്ലെ. സമ്മർ ഡേയ്സ്, നമ്മള് സ്കൂളൊക്കെ അടച്ചിരിക്കുന്ന സമയം സമ്മർ കാലഘട്ടം റിമൈൻഡ് മീ. നമുക്ക് സമ്മർ കാലഘട്ടം നമുക്ക് എപ്പോഴും ഓർമ്മിക്കപ്പെടും. നമുക്ക് എല്ലാവരും സമ്മർ കാലഘട്ടം എന്ന് പറയുമ്പോഴേ നമ്മൾ ഓർമ്മിക്കുന്ന എന്താണ്? വെക്കേഷനാണ്. അപ്പൊ ഇവർക്കും സമ്മർ കാലഘട്ടം വെക്കേഷൻ ആയിരിക്കും. കുട്ടി കാലഘട്ടത്തിൽ ഇവർ അനുഭവം പറയും. നോക്കാം. ഹോട്ട് സമ്മർ ഡേയ്സ്, നല്ല ചൂടുള്ള കാലഘട്ടം, റിമൈൻഡ് മീ, എപ്പോഴും എന്നെ ഓർമ്മിപ്പിക്കാറുള്ളത് ഓഫ് മൈ ചൈൽഡ്ഹുഡ് ഇൻ എ ലിറ്റിൽ വില്ലേജ്. ഒരു കുഞ്ഞ് ഗ്രാമത്തിലുള്ള എന്റെ ചൈൽഡ്ഹുഡ്, കുട്ടിക്കാലത്തെ പറ്റിയാണ് എന്നെ ഓർമ്മിപ്പിക്കാറുള്ളത്. ഞാൻ എപ്പോഴും സമ്മർ കാലഘട്ടം വരുമ്പോൾ എപ്പോഴും ഞാൻ ആലോചിക്കും എന്റെ പണ്ടത്തെ ആ ഒരു കുട്ടിക്കാലം, ആ ചൈൽഡ്ഹുഡ് ആലോചിക്കും. എവിടെ? ആ ലിറ്റിൽ വില്ലേജിൽ ഞാൻ അനുഭവിച്ച ആ ഒരു ചൈൽഡ്ഹുഡ്, ആ ഒരു കാലഘട്ടം, എന്റെ ചൈൽഡ്ഹുഡിൽ ഞാൻ അനുഭവിച്ച ഒരു കാലഘട്ടം, ആ കാലഘട്ടമാണ് എന്റെ മനസ്സിലേക്ക് വരുന്നത്. There was a large banyan tree. നിങ്ങൾക്കറിയാമോ, എന്റെ വില്ലേജിൽ ഞാൻ അന്ന് പണ്ട് താമസിച്ചിരുന്ന എന്റെ വില്ലേജിൽ ഒരു വലിയൊരു ബനിയൻ ട്രീ ഉണ്ടായിരുന്നു, ആൽമരം ഉണ്ടായിരുന്നു. ബനിയൻ ട്രീ, ആൽമരം ഉണ്ടായിരുന്നു. ഇൻ ദ മിഡിൽ ഓഫ് ദ വില്ലേജ്, ആ വില്ലേജിന്റെ സെന്ററിലായിട്ട് തന്നെ ഒരു വലിയൊരു ആൽമരം ഉണ്ടായിരുന്നു. ഐ വുഡ് സ്പെൻഡ് മെനി അവേഴ്സ് പ്ലേയിങ് അണ്ടർ ഇറ്റ്. നിങ്ങൾക്കറിയാമോ, ആ ആൽമരത്തിന്റെ ചുവട്ടിൽ ഞാൻ ഒരുപാട് മണിക്കൂറുകൾ ചെലവഴിക്കുമായിരുന്നു, അല്ലെങ്കിൽ കളിച്ചുകൊണ്ട് ചെലവഴിക്കുമായിരുന്നു. Playing, I would spend many hours playing under it. അതിന്റെ ചുവട്ടിൽ ഞാൻ കളിച്ച് ചെലവാക്കുമായിരുന്നു. ഡ്യൂറിംഗ് മൈ ഹോളിഡേയ്സ്, എനിക്ക് സ്കൂള് വിട്ട് ഹോളിഡേയ്സ് സമയത്ത് ഞാൻ ഒരുപാട് മണിക്കൂറുകൾ അവിടെ ചെലവഴിക്കുമായിരുന്നു. ആൻഡ് ദ ട്രീ വാസ് ലൈക്ക് എ മാസീവ്. ഈ ട്രീയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു മാസീവ്, വെരി ബിഗ് എന്നല്ലേ, മാസീവ് അംബ്രല, ഒരു വലിയൊരു കുട പോലെയാണ് ട്രീ അവിടെ നിന്നത്. വിത്ത് ഇറ്റ്സ് ബ്രാഞ്ചസ്, മാത്രമല്ല അതിന്റെ ബ്രാഞ്ചസ് ആണെങ്കിലോ പ്രൊവൈഡിങ് സച്ച് നീഡഡ് ഷെയ്ഡ്. അതിന്റെ ബ്രാഞ്ചസ് എല്ലാം തന്നെ നമുക്ക് നല്ല ഷെയ്ഡ് തരുമായിരുന്നു, അതായത് നല്ല തണൽ തരുമായിരുന്നു. അതിന്റെ സക്കർ എന്ന് വെച്ചാൽ ഹെൽപ്ഫുൾ അല്ലെങ്കിൽ സഹായം എന്നർത്ഥം കേട്ടോ. സക്കർ ചോദിച്ചിട്ടുണ്ട് ആ വേർഡ്. സക്കർ എന്ന് വെച്ചാൽ ഹെൽപ്പ്. ഓക്കെ, നോക്കണം. ആ ട്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരുപാട് ഷെയ്ഡും തരുമായിരുന്നു, മാത്രമല്ല സക്കറും തരുമായിരുന്നു. സക്കർ എന്ന് വെച്ചാൽ ഹെൽപ്പും തരുമായിരുന്നു. ട്രാവലേഴ്സ് സ്പെൻഡ് സംടൈംസ് സിറ്റിംഗ് അണ്ടർ. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഞാൻ അതിന്റെ ചുവട്ടിൽ നിന്ന് കളിച്ചോണ്ടിരിക്കുമ്പോൾ പല ട്രാവലേഴ്സ്, അതുവഴി യാത്ര ചെയ്യുന്ന ട്രാവലേഴ്സ് എല്ലാം തന്നെ അതുവഴി നടന്നു വന്നിട്ട് അവിടെ ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. സംടൈംസ് സിറ്റിംഗ് അണ്ടർ ഇറ്റ്. ആൽമരത്തിന്റെ ചുവട്ടിൽ ഇരുന്നുള്ള പ്രത്യേകത നല്ല തണുപ്പാണ്. ആൽമരമാണ് ഏറ്റവും കൂടുതൽ തണുപ്പ് തരുന്ന വൃക്ഷം എന്ന് വെച്ചാൽ ആൽമരമാണ്. അതുകൊണ്ടാണ് ആൾക്കാരല്ല ഇതിന്റെ ചുവട്ടിൽ വന്നിരിക്കുന്നത്. ഓക്കെ, ആൽമരത്തിന്റെ ചുവട്ടിൽ വന്നിരിക്കുമായിരുന്നു. ആൻഡ് ക്യാച്ചിങ് ദെയർ ബ്രീത്ത്, അല്ലേ? എന്നിട്ട് അവിടെ വന്നിരുന്നത് ക്യാച്ചിങ് ദെയർ ബ്രീത്ത്, അവരുടെ ശ്വാസം ഒന്ന് എടുക്കുന്നതിന് വേണ്ടി. അതായത് നടന്ന് ക്ഷീണിച്ച് വരുന്ന ആൾക്കാര് അവിടെ വന്നിരുന്നാണ് അവരുടെ ആ ഒരു ശ്വാസം ഒന്ന് എടുക്കാറുണ്ടായിരുന്നു. ശ്വാസം എടുക്കാൻ ഉദ്ദേശിക്കുന്നതാണ് ക്ഷീണം അകറ്റുക എന്നർത്ഥം, അല്ലേ? അവർ ക്ഷീണം അകറ്റാനായിട്ട്. ബിഫോർ ഗോയിങ് ഓൺ ദർ ജേർണി അല്ലെങ്കിൽ ദർ വേ, ഗോൺ കണ്ടിന്യൂ. അപ്പൊ ബിഫോർ ഗോയിങ് ഓൺ എന്ന് വെച്ചാൽ ബിഫോർ കണ്ടിന്യൂയിങ്, അവരുടെ യാത്ര തുടരുന്നതിന് മുമ്പ്, അതായത് അവരുടെ യാത്ര വീണ്ടും തുടരുന്നതിന് മുമ്പ് അവർ വരുന്ന വഴിക്ക് അവിടെ വന്നിരിക്കാറുണ്ടായിരുന്നു. അവിടെ വന്നിരിക്കാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ അതിന്റെ ചോട്ടിൽ നിന്ന് കളിക്കുമ്പോൾ പല ആൾക്കാരും അങ്ങോട്ട് ചെന്ന് നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ജംഗ്ഷനിലാണ് ട്രീ. ഇപ്പൊ നമ്മളിപ്പോ നെടുമങ്ങാട് ജംഗ്ഷനിൽ വലിയൊരു ആൽമരം ഉണ്ടല്ലോ, വലിയൊരു മരം നിൽപ്പുണ്ടല്ലോ, അതുപോലെ ഒരു ജംഗ്ഷനിലാണ് ട്രീ. അപ്പൊ ആൾക്കാർ പല സ്ഥലത്തോട്ട് പോകുന്ന ആൾക്കാരും നടന്ന് ക്ഷീണിച്ച് അവിടെ വന്ന് ഇരിക്കുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ടു മേക്ക് ദം കംഫർട്ടബിൾ. ഇനി പ്രത്യേകത എന്തെന്ന് വെച്ചാൽ അവിടെ വന്നിരിക്കുന്ന ആൾക്കാരെ കൂടുതൽ കംഫർട്ടബിൾ ആക്കുന്നതിന് വേണ്ടി, കൂടുതൽ സഹായം കൊടുക്കുന്നതിന്, അവര് കംഫർട്ടബിൾ ആക്കുന്നതിന് വേണ്ടി ദെർ വാസ് എ ഹൊറിഗാലു അണ്ടർ ദ ട്രീ. അവിടെ ഏറ്റവും വലിയ പ്രത്യേകം ഉണ്ടായിരുന്നു, ആ ബനിയൻ ട്രീയുടെ ചുവട്ടില് ഒരു ഹൊറിഗാലു അഥവാ ചുമട് താങ്ങി ഉണ്ടായിരുന്നു. ആ ആൾക്കാരെ എല്ലാം കംഫർട്ടബിൾ ആക്കുന്നതിന് വേണ്ടി, അല്ലേ? അവിടെ ആൾക്കാർ കൂടുതൽ കംഫർട്ടബിൾ ഉണ്ടാവുന്നതിന് വേണ്ടി ദെർ വാസ് എ ഹൊറിഗാലു അണ്ടർ ദ ട്രീ. ഹൊറിഗാലു ലിറ്ററലി മീൻസ്, ഹൊറിഗാലു എന്നത് ലിറ്ററലി സാഹിത്യപരമായിട്ട് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് വാസ് എ ലാർജ് ഫ്ലാറ്റ് സ്റ്റോൺ. അതൊരു വലിയ ഫ്ലാറ്റ് ആയിട്ടിരിക്കുന്ന ഒരു സ്റ്റോൺ ആണ്, ഒരു കല്ലാണ്. ഫ്ലാറ്റ് ആയിട്ടിരിക്കുന്ന ഒരു കല്ലാണ് കേട്ടോ. എ സ്റ്റോൺ, എ ഹൊറിഗാലു ലിറ്ററലി മീൻസ് എ സ്റ്റോൺ ദാറ്റ് ക്യാൻ ബെയർ വെയിറ്റ്. അതാണ് ഏറ്റവും. അപ്പൊ ഞാൻ വിട്ടുപോയി. എ സ്റ്റോൺ ദാറ്റ് ക്യാൻ ബെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സഹിക്കുക, താങ്ങുക. ബെയർ ഇവിടെ തരപ്പം താങ്ങുക, വെയിറ്റ് താങ്ങുന്ന ഒരു കല്ലാണ് ഹൊറിഗാലു. വെയിറ്റ് താങ്ങാൻ നമ്മൾ കയറിയൊക്കെ ഇരിക്കാൻ കഴിയുന്ന ഒരു കല്ലാണ് ഹൊറിഗാലു എന്ന് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് വാസ് എ ലാർജ് ഫ്ലാറ്റ് സ്റ്റോൺ. അതെന്താണ്? ഒരു ലാർജ് ഫ്ലാറ്റ് ആയിട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്ന ഒരു കല്ലാണ്
പ്ലേസ്ഡ് ഹൊറിസോണ്ടലി, അത് വെച്ചിരിക്കുന്ന ഹൊറിസോണ്ടൽ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഓവർ 2 വെർട്ടിക്കൽ വൺസ്, 2 വെർട്ടിക്കലായ ഇങ്ങനെ ഇരിക്കുന്ന കല്ലിന്റെ മുകളിൽ ഹൊറിസോണ്ടൽ ആയിട്ട് വെച്ചിരിക്കുന്ന ഒരു ഫ്ലാറ്റ് സ്റ്റോൺ ആണ് ഏത് ഈ ഹൊറിഗാലു എന്ന് പറയുന്ന ഈ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ. ദാസ് മേക്കിംഗ് എ സ്റ്റോൺ ബെഞ്ച്, അത് കണ്ടാൽ ഏതുപോലെ തോന്നും, ഒരു സ്റ്റോൺ ബെഞ്ച് ഇരിക്കുന്നത് പോലെ തോന്നും, ഒരു സ്റ്റോൺ ബെഞ്ച് ഇരിക്കുന്ന പോലെ തോന്നും. ഓൺ വിച്ച് എനിവൺ കുഡ് സിറ്റ്, അതിന്റെ മുകളിൽ ആർക്ക് വേണമെങ്കിലും, ഏത് ട്രാവലേഴ്സിന് വേണമെങ്കിലും, ഏത് പാസഞ്ചേഴ്സിന് വേണമെങ്കിലും കയറിയിരിക്കാം അവിടെ വരുമ്പോൾ ക്ഷീണം അകറ്റാൻ വേണ്ടി. Thus making a stone bench on which anyone could sit and rest a while. കുറച്ചു നേരം അവിടെ നിന്ന് എന്ത് ചെയ്യാം, റെസ്റ്റ് എടുക്കാനായിട്ട് സാധിക്കും അല്ലെ, അതാണ് പ്രത്യേകത. ചാറ്റ് വിത്ത് ഫെലോ ട്രാവലർ, ഇപ്പോ ചില ആൾക്കാർ പാലോട് നിന്ന് വരുന്നതായിരിക്കും, ചില ആൾക്കാർ ആര്യനാടുന്ന് വന്ന ആൾക്കാർ, രണ്ടുപേരെ ഇവിടെ നമ്മുടെ ഈ ജംഗ്ഷൻ നെടുമങ്ങാട് ജംഗ്ഷനിലാണ് ഹൊറിഗാലു ഇല്ലെന്ന് സങ്കല്പിക്കുക. ഇവിടെ നിന്ന് വരുന്ന ആൾക്കാർ അവിടെ നിന്ന് ആൾക്കാരും കൂടെ ഇവിടെ വന്ന് രണ്ടുപേരും കൂടെ ഇരിക്കുമ്പോൾ അവിടുത്തെ വിശേഷങ്ങളും ഇവിടുത്തെ വിശേഷങ്ങളും പരസ്പരം ചാറ്റ് ചെയ്യും അല്ലെ. ഫെലോ ട്രാവലർ എന്ന് വെച്ചിട്ട് എന്താണ്, ഒപ്പമുള്ള ട്രാവലേഴ്സിനോട് എന്താണ്, അവിടെ വന്നിരിക്കുന്ന മറ്റ് ട്രാവലേഴ്സിനോടെല്ലാം തന്നെ ഫെലോ ട്രാവലേഴ്സ് എന്ന് പറയും അല്ലെ. ട്രാവലേഴ്സിനോടെല്ലാം തന്നെ എന്ത് ചെയ്യാൻ പറ്റും, സംസാരിക്കാനും പറ്റും. അതാണ് പറയുന്നത് ചാറ്റ് വിത്ത് ഫെലോ ട്രാവലർ ആൻഡ് എക്സ്ചേഞ്ച് ദ ന്യൂസ് ഓഫ് ദ റോഡ്. എന്നിട്ട് തന്റെ ആ റോഡുകളിൽ നടന്ന വിശേഷങ്ങളെല്ലാം, ചില ആൾക്കാർ പറയാം അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ അവിടെ മരം ഒടിഞ്ഞ് കിടക്കുന്ന, അല്ലെങ്കിൽ ഇവിടെ അത് സംഭവിച്ചു അവിടെ സംഭവിച്ചു, ഇങ്ങനെയുള്ള റോഡിലെ ന്യൂസുകളെല്ലാം തന്നെ പരസ്പരം എന്ത് ചെയ്യാൻ പറ്റും, എക്സ്ചേഞ്ച് ചെയ്യാനും പറ്റും. കൂൾ വാട്ടർ വുഡ് ബി കെപ്റ്റ് ഇൻ എർത്തൺ പോട്ട്സ്. അവിടുത്തെ ഏറ്റവും മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഹൊറിഗാലുവിന്റെ ചുവട്ടില് കൂൾ വാട്ടർ, നല്ല തണുത്ത വെള്ളം എർത്തേൺ പോട്ട്, മൺകുടങ്ങളിൽ, എർത്തേൺ പോട്ട് മൺകുടങ്ങളിൽ വെച്ചിട്ടുണ്ടായിരിക്കും നിയർ ദ ബെഞ്ചിന്റെ അടുത്തായിട്ട്. ആൻഡ് പീപ്പിൾ കുഡ് ക്വെഞ്ച്, മാത്രമല്ല ആൾക്കാർക്കെല്ലാം തന്നെ ക്വെഞ്ച്, ശമിപ്പിക്കുക ദെയർ തേഴ്സ്റ്റ് എന്ന് വെച്ചാൽ ദാഹം. ആൾക്കാർക്കെല്ലാം തന്നെ അവരുടെ ദാഹം ശമിപ്പിക്കാനൊക്കെ എന്ത് മുഖം കഴുകാനും ഒക്കെ ഈ വെള്ളം ഉപയോഗിക്കുമായിരുന്നു. എവിടെ, ആ മൺകുടങ്ങളിൽ വെച്ചിരിക്കുന്ന വെള്ളം. ബിഫോർ സ്റ്റാർട്ടിംഗ് ദെയർ ജേർണി അല്ലെ, എഗെയിൻ വീണ്ടും യാത്ര തുടങ്ങുന്നതിന് മുമ്പ് അവിടെ ദാഹം ശമിപ്പിക്കുവാനും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വെള്ളം ഉപയോഗിക്കുമായിരുന്നു. ഐ എം ഷുവർ, എനിക്ക് ഉറപ്പാണ്, സിമിലർ സിമ്പിൾ അറേഞ്ച്മെന്റ്സ്, ഇത്തരത്തില് ആൾക്കാരുടെ ക്ഷീണം മാറ്റുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ അറേഞ്ച്മെന്റ്സ് ക്യാൻ ബി ഫൗണ്ട് ഇൻ വില്ലേജ് ഓൾ ഓവർ ദ കൺട്രി. നമ്മൾ ഈ രാജ്യത്തിന്റെ ഏത് ഭാഗത്ത് നിന്നാലും പലയിടങ്ങളിലും നമുക്ക് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ അറേഞ്ച്മെന്റ്സ് നമുക്ക് ഈസി ആയിട്ട് കാണാനായിട്ട് പറ്റും എന്നുള്ളതാണ്. സുധാമൂർത്തി നമുക്ക് ഈ പാരഗ്രാഫിലൂടെ പറഞ്ഞു എന്താണ്, ഇവരുടെ നാട്ടിൽ ഒരു വലിയൊരു ആൽമരമുണ്ടെന്നും ആ ആൽമരത്തിന്റെ ചുവട്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാരും ട്രാവലേഴ്സ് എല്ലാം വന്നിരിക്കാറുണ്ടായിരുന്നെന്നും അപ്പോഴേ ഇവരതിന്റെ ചുവട്ടിൽ നിന്നാണ് കളിക്കാറുണ്ടായിരുന്നെന്നും. അപ്പൊ അവിടെ എന്ത് വെച്ചിട്ടുണ്ട്, ഒരു ലാർജ് സ്റ്റോൺ ബെഞ്ച് വെച്ചിട്ടുണ്ട്. അതിന് വിളിക്കുന്ന പേര് ചുവട് താങ്ങി അഥവാ ഹൊറിഗാലു എന്നാണ് വിളിക്കുന്നത്. ഹൊറിഗാലു അവിടുത്തെ ആൾക്കാർക്ക് എല്ലാവർക്കും തന്നെ വളരെയധികം ഹെൽപ്ഫുൾ ആണ്. ഹൗ ഹൊറിഗാലു ഹെൽപ്സ് അതേഴ്സ്, അവിടെ ചോദ്യമുണ്ട്, ഹൊറിഗാലു എങ്ങനെയാണ് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നത്. ഹൊറിഗാലു മേക്സ് ദം കംഫർട്ടബിൾ. അവരുടെ ചോദ്യമുണ്ട്, വലിയ ക്വസ്റ്റ്യൻ ആണ്. ഹൗ ഹൊറിഗാലു ഹെൽപ്സ് അതേഴ്സ്, എങ്ങനെയാണ് ഹൊറിഗാലു മറ്റുള്ളവരെ സഹായിക്കുന്നത്, എങ്ങനെയാണ് സഹായിക്കുന്നത്. ഹൊറിഗാലു എന്താണ്, മേക്സ് ദം കംഫർട്ടബിൾ മോർ. ഓരോരുത്തരും എന്താക്കി മാറ്റുന്നു, ഹൊറിഗാലു മേക്സ് എവ്രി വൺ കംഫർട്ടബിൾ, എവറി പാസഞ്ചർ കംഫർട്ടബിൾ. മനസ്സിലായി, എല്ലാവരും കൂടുതൽ കംഫർട്ടബിൾ കൊടുക്കുന്നു. ഹൊറിഗാലു മാത്രമല്ല അവരുടെ ആ ക്ഷീണം അല്ലെ അകറ്റാനായിട്ട് സഹായിക്കുന്നു. ആ രീതിയിൽ ഹൊറിഗാലു അവരെ ഹെൽപ്പ് ചെയ്യുന്നു. നമുക്ക് പിന്നെ പറയാം. ഏതായാലും ഇത്ര ഭാഗം നിങ്ങളൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കുക. ഇത്രയും ഒരു പാരഗ്രാഫ് ഫുള്ള്, ഈ ഒരു പാരഗ്രാഫ് വലിയൊരു പാരഗ്രാഫാണ്. വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. പെട്ടെന്നോട്ടെ, ഒരു പാരഗ്രാഫിൽ നമ്മൾ പറഞ്ഞു. നമ്മുടെ നാടുകളിലൊക്കെ ഒരുപാട് ഇങ്ങനെയുള്ള ഹൊറിഗാലു അറേഞ്ച്മെന്റ്സ് പണ്ട് കാലത്തുണ്ടായിരുന്നു. ഇപ്പൊ അതിന്റെ ആവശ്യമില്ലാത്തതുകൊണ്ടാണ് വേണ്ടാത്തത്. മീനിങ് എങ്ങനെ ഏതെങ്കിലും വ്യത്യാസമാണെങ്കിൽ ചോദിക്കാം. ഏതെങ്കിലും ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി. എന്നാ ബാക്കി നോക്കാം. നോക്കിയോ, ദ ഹൊറിഗാലു ഇൻ അവർ വില്ലേജ്. ഞങ്ങളുടെ നാട്ടിലെ ഈ ഹൊറിഗാലുവിന് എന്തോ ഒരു പ്രത്യേകത ഉണ്ട്. ഇവര് സുധാമൂർത്തി പറയുന്നത് ഞങ്ങളുടെ നാട്ടിലെ ഈ ഹൊറിഗാലുവിന്റെ പ്രത്യേകത, ഈ ഞങ്ങളുടെ നാട്ടിലെ ഹൊറിഗാലു ഹോൾ സ്പെഷ്യൽ മെമ്മറീസ് ഫോർ മീ. എനിക്ക് എപ്പോഴും ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ഓർമ്മയാണ് എനിക്ക് തരുന്നത് കേട്ടോ. സ്പെഷ്യൽ മെമ്മറീസ് ആണ് തരുന്നത്. സാധാരണ ഒരാൾക്ക് ഹൊറിഗാലു എങ്ങനെ ഫീൽ ചെയ്യുന്നു എന്നുള്ളതല്ല, ഞങ്ങളുടെ നാട്ടിലെ ഹൊറിഗാലു എന്നുള്ളത് ഇപ്പോഴും എന്റെ മനസ്സിലുള്ളതിന് കാരണം അത് പ്രത്യേക മെമ്മറി എനിക്ക് തരുന്നു, ഓർമ്മ തരുന്നു. ഫോർ മീ ആസ് ഇറ്റ് ഈസ് ഇൻഎക്സ്ട്രിക്കബിളി, കാരണം അൺഡൗട്ട്ലി ഇൻഎക്സ്ട്രിക്കബിളി, യാതൊരു സംശയവുമില്ലാതെ, വലിയ വിധം എന്നൊക്കെ പറയാം, ഒരു സംശയവും ഇല്ലാതെ ഞാൻ പറയുന്നു, ലിങ്ക്ഡ് വിത്ത് മൈ പാരന്റ്സ്. ഞങ്ങളുടെ നാട്ടിൽ ആ ഹൊറിഗാലു എന്ന് വെച്ചാൽ എന്റെ ഗ്രാൻഡ് ഫാദറുമായിട്ട് അത്രയൊരു ലിങ്ക് ഉണ്ടെന്ന് യാതൊരു സംശയമില്ലാതെ ഞാൻ പറയാം. എന്ന് വെച്ചാൽ ഞങ്ങളുടെ നാട്ടിലെ ഹൊറിഗാലു എന്ന് കേൾക്കുമ്പോഴേ എനിക്ക് ഓർമ്മ വരുന്നത് ഗ്രാൻഡ് ഫാദറിനെയാണ്. ഗ്രാൻഡ് ഫാദർ എന്ന് കേൾക്കുമ്പോഴേ എനിക്ക് ഓർമ്മ വരുന്നത് ഹൊറിഗാലുവാണ്. അപ്പൊ ഇവർ രണ്ടും തമ്മിൽ ഒരു ഇന്റർ കണക്ഷൻ ഉണ്ട്. ആരൊക്കെ തമ്മിൽ, ഗ്രാൻഡ് ഫാദറും ഹൊറിഗാലും തമ്മിൽ ഒരു ഇന്റർ കണക്ഷൻ ഉണ്ട്. അപ്പോ ആ രീതിയിലാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്.
ഹി വാസ് എ റിട്ടയർഡ് സ്കൂൾ ടീച്ചർ. എന്റെ ഗ്രാൻഡ് ഫാദറിന്റെ കേസ് ഞാൻ പറയാം. എന്റെ ഗ്രാൻഡ് ഫാദർ റിട്ടയർഡ് ആയ സ്കൂൾ ടീച്ചർ ആയിരുന്നു. ആൻഡ് വുഡ് സ്പെൻഡ് അവേഴ്സ് എവറി ഡേ. എന്റെ അച്ഛൻ ഗ്രാൻഡ് ഫാദറിന്റെ പ്രത്യേകത, അദ്ദേഹം ഈ ഹൊരിഗാലുവിന്റെ മുകളിൽ കയറിയിരിക്കുക അല്ലെങ്കിൽ ഈ ആൽമരത്തിന്റെ ചുവട്ടിൽ ഇരിക്കുക എന്നത് രാവിലെ മുതൽ ഒരുപാട് നേരം അങ്ങനെ ഇരിക്കാറുള്ളായിരുന്ന വ്യക്തിയായിരുന്നു. ആൻഡ് വുഡ് സ്പെൻഡ് അവേഴ്സ് എവറി ഡേ സിറ്റിംഗ് അണ്ടർ ദ ബനിയൻ ട്രീ. അതിൽ ഈ ബനിയൻ ട്രീയുടെ ചുവട്ടിൽ ഇരിക്കുക. ആൻഡ് ടോക്കിംഗ് ടു ദോസ് റെസ്റ്റിംഗ് ദെയർ. എന്നിട്ട് ആരൊക്കെയാണോ ചില ആൾക്കാർ പാസഞ്ചേഴ്സ് ഒക്കെ അവിടെ നിന്ന് റെസ്റ്റ് ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ഈ പാസഞ്ചേഴ്സിനോട് എല്ലാം തന്നെ ഒരുപാട് കാര്യങ്ങൾ അവിടെ നിന്ന് മുത്തച്ഛൻ സംസാരിക്കുമായിരുന്നു, എന്റെ ഗ്രാൻഡ് ഫാദർ സംസാരിക്കുമായിരുന്നു. when I would get tired of playing, ഞാൻ കുറെ നേരം ഞാൻ എന്റെ കൂട്ടുകാരും കൂടെ അതിന്റെ ചുവട്ടിൽ നിന്ന് കളിച്ച് കുറെ നേരം കഴിയുമ്പോൾ ഞങ്ങൾ ടയർഡ് ആവൂലേ. ടയർഡ് ആവുന്ന സമയത്ത് ഐ വുഡ് സിറ്റ് നെക്സ്റ്റ് ടു ഹിം. ഞാൻ എന്ത് ചെയ്യും, എന്റെ ഗ്രാൻഡ് ഫാദറിന്റെ തൊട്ട് അടുത്ത് വന്നിരിക്കും. ആൻഡ് ഒബ്സർവ് ദ പീപ്പിൾ ഹി വാസ് സ്പീക്കിംഗ് ടു. എന്നിട്ട് ഞാൻ ആലോചിക്കും, അദ്ദേഹം സംസാരിക്കുന്ന ആൾക്കാരെ, അദ്ദേഹം സംസാരിക്കുന്ന ഓരോരുത്തരെയും ഞാൻ ശ്രദ്ധിക്കും, എല്ലാവരും ശ്രദ്ധിക്കും അദ്ദേഹം ആരോടൊക്കെയാണ് സംസാരിക്കുന്നത് എന്നുള്ള രീതികളെല്ലാം ഞാൻ നോക്കും. അതിന്റെ ലിസൺ ദർ കോൺവെർസേഷൻസ്. എന്നിട്ട് ഇവര് ഗ്രാൻഡ് ഫാദർ ഇവരോട് എന്തോ ഈ ഇരിക്കുന്ന പാസഞ്ചേഴ്സിനോടൊക്കെ എന്താണ് പറയുന്നത്, എല്ലാവർക്കും ഇദ്ദേഹത്തിനോട് ഭയങ്കര വിലയാണ്. കാരണം ആ നാട്ടിലെ ഒരേ ഒരു സ്കൂൾ ടീച്ചറും വളരെ ഉയർന്ന രീതിയിലുള്ള ഒരു ടീച്ചറായിരുന്നു ഇവരുടെ ഗ്രാൻഡ് ഫാദർ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനോട് എല്ലാവർക്കും ഭയങ്കര ബഹുമാനമായിരുന്നു. അപ്പൊ ഇദ്ദേഹം ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളും ഈ ഹൊരിഗാലുവിന്റെ മുകളിൽ കയറിയിരുന്ന് ബാക്കിയുള്ളവർക്കെല്ലാം ഇങ്ങനെ ഓരോ ട്രാവലേഴ്സിനൊക്കെ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ കാണുമായിരുന്നു. മോസ്റ്റ് ഓഫ് ദ വെയർ വില്ലേജേഴ്സ്. എനിക്ക് മനസ്സിലായി കൂടുതൽ ആൾക്കാരും അവിടുത്തെ സാധാരണ വില്ലേജേഴ്സ് ആയിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. ടേക്കിംഗ് എ ബ്രേക്ക് ഫ്രം ദർ വർക്ക് ഇൻ ദ ഫീൽഡ്സ് നിയർ ബൈ. ആ ഹൊരിഗാലുവിന് തൊട്ട് താഴെ കുറച്ച് ഭാഗത്തായിട്ട് കുറെ ഫീൽഡ് പാടങ്ങളുണ്ടായിരുന്നു. അവിടെ ഉഴുവാനും മെതിക്കാനും ഒക്കെ വരുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. പല കൃഷിയിലെ പല ജോലിക്കായിട്ട് വരുന്ന ആൾക്കാർ. ഈ ആൾക്കാരെല്ലാം തന്നെ എന്ത് ചെയ്യുന്നതായിരുന്നു, ഈ ഇടയ്ക്കിടയ്ക്ക് ഒരു 2 മണിക്കൂറൊക്കെ ജോലി ചെയ്ത് ടയർഡാവുമ്പോൾ ഇവരെന്ത് ചെയ്യും, ഇടയ്ക്ക് വന്നിട്ട് ഈ ഹൊരിഗാലുവിന്റെ ചുവട്ടിൽ വന്നൊരു 10-15 മിനിറ്റ് ഇരിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, അപ്പോൾ നല്ല തണുപ്പ് പോയിട്ട് അവിടെ നിന്ന് തണുത്ത വെള്ളമൊക്കെ കുടിച്ച് ഗ്രാൻഡ് ഫാദറിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു പോകുമായിരുന്നു അല്ലേ. മോസ്റ്റ് ഓഫ് ദം വെയർ വില്ലേജേഴ്സ് ടേക്കിംഗ് എ ബ്രേക്ക് ഫ്രം ദർ വർക്ക് ഇൻ ദ ഫീൽഡ്സ് നിയർ ബൈ. അപ്പൊ പാസഞ്ചേഴ്സും ഉണ്ട്, അടുത്ത അവിടുത്തെ പാടങ്ങളുടെ ജോലി ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. They had to walk long distances each day. ഇനി പാസഞ്ചേഴ്സിന്റെ പ്രത്യേകത എന്താ, അവർക്കെല്ലാം തന്നെ ഒരുപാട് ദൂരം ഒരു ദിവസം നടക്കേണ്ടതുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ ചിലപ്പം എവിടെയായിരിക്കും വീട്, പാലോടായിരിക്കും വീട്. അവിടെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് രാവിലെ നെടുമങ്ങാട് ചന്തയിൽ വിറ്റ് ഇവിടുന്ന് വീട്ടാവശ്യത്തിലുള്ള സാധനങ്ങളെല്ലാം തിരിച്ച് മേടിച്ച് അവിടെ എത്തണം. അപ്പൊ ഒരുപാട് ദൂരം, ഒരു ദിവസം ആഴ്ചയിൽ ഒരു ദിവസം ഒരിക്കലും ഇങ്ങനെ ചെയ്യണം. പക്ഷെ ഇത് ഒരുപാട് ഒരാഴ്ചക്കുള്ള ഫുള്ള് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ടായിരിക്കും പോകുന്നത്. പക്ഷെ ഒരു ദിവസം ഫുള്ള് ഇതിനു വേണ്ടി ചിലവാണ്. അന്ന് നടന്നല്ലേ വരാണ്. ഏകദേശം 5-4 മണിക്കൂറോളം അങ്ങോട്ട് 2 സ്ഥലം കൂടെ 8 മണിക്കൂർ നടക്കേണ്ടി വരും. അതാണ്. അപ്പൊ ഒരുപാട് ദൂരം നടക്കേണ്ട ആൾക്കാരായിരുന്നു ഇവരെല്ലാം. They had to walk long distances each day, carrying heavy burdens on their heads. മാത്രമല്ല വെറുതെ അല്ല, ചുമ്മാ തന്നെ നടന്നു വരുന്നത്. വരുമ്പോ വീട്ടിൽ നിന്ന് സാധനങ്ങൾ അല്ലെ, വിൽക്കാനുള്ള സാധനങ്ങൾ, ഹെവി ബേർഡൻസ് ഒക്കെ ആയിട്ടാണ് വരുന്നത്. ഓക്കെ, ഈച്ച് ഡേ ക്യാരിങ് ഹെവി ബേർഡൻസ് ഓൺ ദർ ഹെഡ്സ്. ബേർഡൻസ് എന്ന് വെച്ചാൽ ഭാരം, എന്തെങ്കിലും സാധനങ്ങളായിരിക്കാം. ഓക്കെ, ടയർഡ് ഔട്ട് ബൈ ഹീറ്റ്. കുറെ നേരം ഇങ്ങനെ നമ്മൾ സാധനം ചെറുന്നുകൊണ്ട് വരുന്ന സമയത്ത് നമ്മൾ ചൂട് കാരണം ഭയങ്കരമായിട്ട് എന്താണ് ടയർഡ് ആവുന്നവര് ദേ വുഡ് ഡ്രിങ്ക് കൂൾ വാട്ടർ. അവിടെ വന്നിരിക്കും, എന്നിട്ട് എന്ത് ചെയ്യും, വെള്ളം കുടിക്കും. വാഷ് ദർ ഫേസസ് വിത്ത് ഇറ്റ്. എന്നിട്ട് ആ വെള്ളം കൊണ്ട് തന്നെ ചിലപ്പോൾ മുഖം കഴിയുമെന്ന് ആശ്വാസപ്പെടും. ആൻഡ് ചാറ്റ് ദ ഗ്രാൻഡ് ഫാദർ. എന്നിട്ട് ഏറ്റവും അവസാനം എന്ത് ചെയ്യും, ഗ്രാൻഡ് ഫാദറിനോട് ഒരു 10 മിനിറ്റ് ഇരുന്ന് സംസാരിച്ചിട്ടൊക്കെയാണ് ഇവർ പോകുന്നതല്ലേ. അതല്ല, their conversation would be about the daily lives and worries. എനിക്ക് മനസ്സിലായി ഇവർ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ അമേരിക്കയില് ബോംബിട്ട, അല്ലെങ്കിൽ ചൈന എന്ത് ചെയ്തു, അല്ലെങ്കിൽ പുറത്ത് രാജ്യങ്ങളിൽ എന്താണ് നടക്കുന്നത്, ഇങ്ങനെയുള്ള അന്താരാഷ്ട്ര കാര്യങ്ങളൊന്നും അല്ല ഇവർ താമസിക്കുന്നത്. ഡെയിലി കാര്യങ്ങൾ തന്നെ എന്താണ് ഗ്രാൻഡ് ഫാദറിനെ പറയും. ഗ്രാൻഡ് ഫാദറിനെ എല്ലാവരും വിളിക്കുന്ന പേര് മാസ്റ്റർ ജി എന്നാണ് വിളിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഇവരെല്ലാരും വിളിക്കുന്ന മാസ്റ്റർ ജി എന്നാണ്. ഇപ്പൊ അവര് പറയുമ്പോൾ വീട്ടിൽ ഇപ്പൊ സാധാരണ അവരുടെ ഡെയിലി പ്രോബ്ലംസ് ആൻഡ് വറീസിനെ പറ്റിയാണ് പറയുന്നത്. ഇപ്പൊ വീട്ടിൽ മീൻ മേടിച്ചിട്ട് അല്ലെങ്കിൽ എന്താണ് സാധനം മേടിച്ചുകൊണ്ടൊന്നും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളെ പറ്റിയാണ് ഇവർ എപ്പോഴും പറയാറുള്ളത്. എന്നൊക്കെയാണ് അവർ പറയുന്ന കാര്യങ്ങൾ. എങ്ങനെയുള്ള കാര്യങ്ങളെന്ന്, മാസ്റ്റർ ജി ദി സമ്മർ ഹാസ് ബീൻ സോ ഹോട്ട്. എന്റെ പൊന്ന് മാസ്റ്റർ ജി, ഈ വർഷം ഭയങ്കര ചൂട് തന്നെ കേട്ടോ, ഒരു രക്ഷയില്ല. ചില ആൾക്കാർ ഇങ്ങനെയാണ് പറഞ്ഞത്, എന്തൊരു ചൂടായത്, ഐ ഹാവ് നെവർ സീൻ സച്ച് എ ഡ്രൈ വെതർ. ഇത്തരത്തിലുള്ള ഡ്രൈ വെതർ, ഇത്രയും ഒരു ചൂടുള്ള കാലഘട്ടം എന്റെ ജീവിതത്തിൽ അനുഭവിച്ചില്ല മാസ്റ്റർ ജി, എന്തൊരു ചൂടായത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞാൽ ഭയങ്കര ചൂട്. മാസ്റ്റർ ജി വേറൊരാൾ ഇങ്ങനെയായിരിക്കും പറയുന്നത്, വേറൊരാൾ ഇങ്ങനെയാണ് പറഞ്ഞത്. അങ്ങനെ മാസ്റ്റർ ജി, ഇറ്റ് ഈസ് ഗെറ്റിംഗ് ഡിഫിക്കൽട്ട് ഫോർ മീ ടു ക്യാരി ദീസ് ലാർജ് ലോഡ്സ് ഓൺ മൈ ഹെഡ്. എന്റെ പൊന്ന് മാസ്റ്റർ ജി, ഇത്രയും വെയിറ്റ് ഒന്നും എടുത്തോണ്ട് പോകാനായിട്ട് പണ്ടത്തെ കണക്ക് ആരോഗ്യമൊന്നും എനിക്കില്ല. എന്തൊരു വെയിറ്റ് ഇത് എടുത്തോണ്ട് അവിടെ ചെല്ലുമ്പോൾ ചാവും. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടാ. ഇത്രയും സാധനങ്ങൾ ചെന്നുകൊണ്ട് പോകാനായിട്ട് പറ്റണില്ല പണ്ടത്തെ കണക്ക്. ഇങ്ങനെയുള്ള സ്വന്തം വിഷമങ്ങൾ അല്ലേ. ഇത്രയും ദൂരം കണ്ടിന്യൂസ് ആയിട്ട് നടക്കാനുള്ള കപ്പാസിറ്റി എനിക്കില്ല മാസ്റ്റർ ജി. ഇങ്ങനെയൊക്കെ പറയാറുണ്ടായിരുന്നു. താങ്ക് ഗോഡ് ഫോർ ദിസ് ഹൊരിഗാലു. ദൈവത്തിന് നന്ദി, ഈ സാധനം ഇവിടെ കൊണ്ടുവച്ചത്, ഈ ഹൊരിഗാലു അഥവാ ചുമടുതാങ്കി ഇവിടെ കൊണ്ടുവച്ചത് ദൈവത്തിന് നന്ദി. കാരണം ഇതില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഒരുപാട് അനുഭവിച്ചു. ഈ സാധനം ഒരു ദൈവത്തിന് തുല്യമായി ഈ സാധനം.
അപ്പൊ ഞാൻ നോക്കുമ്പോ സുധാമൂർത്തി പറഞ്ഞാൽ ഞാൻ നോക്കുമ്പോ ഇവിടെ വന്നിരുന്ന ആൾക്കാരെല്ലാം വെറുതെ ഇതിനെ പോഴുന്നത്, നേരെ പോഴുന്നത് ഇതിന്. പക്ഷെ സുധാമൂർത്തിക്ക് അറിഞ്ഞൂടാ എന്തിനാണ് ഈ ആൾക്കാർ ഇതിനെ പോഴുത്തുന്നതെന്ന്. പക്ഷെ ആക്ച്വലി ആൾക്കാർക്ക് എല്ലാവരുടെയും പ്രത്യേകത എന്താ, ആൾക്കാർക്ക് എല്ലാവർക്കും ഈ ഹൊറിഗാലു മേക്സ് ദം മോർ കംഫർട്ടബിൾ. ഞാൻ നേരത്തെ പറഞ്ഞാണ്, ഹൊറിഗാലു അവരെ എന്താക്കുന്നു, കൂടുതൽ കംഫർട്ടബിൾ ആക്കി മാറ്റുന്നത്. അതുകൊണ്ടാണ് ആൾക്കാരെല്ലാം പോഴുന്നത്. പക്ഷെ ആർക്ക് അറിഞ്ഞൂടാ ഇതിനെ പറ്റി, സുധാമൂർത്തിക്ക് അറിഞ്ഞൂടാ, അതാണ് കാര്യം. എന്തെങ്കിലും താങ്ക് ഗോഡ് ഫോർ ദിസ് ഹൊറിഗാലു എന്ന് പല ആൾക്കാരും പറയും. ഐ വിഷ് മൈ സൺ വുഡ് ഹെൽപ്പ്. എന്റെ മാസ്റ്റർ ജി, എനിക്ക് ആഗ്രഹമുണ്ട് എന്റെ മകനോട് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്തിരുന്നെങ്കിൽ, ഈ ചുമടുകൾ കൊണ്ട് നടക്കുന്നതിന് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്തിരുന്നെങ്കിൽ എനിക്കൊരു ആശ്വാസന. ബട്ട് ഹി ഓൺലി വോണ്ട്സ് ടു ഗോ ടു സിറ്റി. പക്ഷെ അവൻ ഈ ഗ്രാമപ്രദേശത്തുള്ള ജീവിതത്തിന് യാതൊരു താല്പര്യമില്ല, ഈ കൃഷിയോടൊന്നും താല്പര്യമില്ല. അവൻ എപ്പോഴും സിറ്റിയിലങ്ങ് കറങ്ങുകയാ. എന്തൊരു ചെറുക്കനാന്തോ. ഇങ്ങനെയുള്ള സ്വന്തം വീട്ടിലെ വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് എപ്പോഴും ആര് പറയാറായിട്ടുള്ളത്, ഇവിടെ വന്നിരിക്കുന്ന പാസഞ്ചേഴ്സ് എല്ലാം തന്നെ പറയാറായിട്ടുള്ളത്. അപ്പൊ എനിക്ക് അവിടെ നിന്ന് സുധാമൂർത്തി പറയുന്നത്, എനിക്ക് അവിടെ നിന്ന് കേട്ടോ മനസ്സിലായത്, ദേ ആർ ഓൾവേസ് ടെല്ലിങ് എവ്രി പാസഞ്ചർ ഹു ആർ സിറ്റിംഗ് ദെയർ are always telling about their own worries and എന്താണ് ഡിസ്റ്റർബൻസസ്. അവരുടെ worries, അവരുടെ ഡിസ്റ്റർബൻസസിനെ പറ്റിയാണ് എപ്പോഴും അവർ പറയാറുള്ളത്, സങ്കടങ്ങളെ പറ്റിയൊക്കെയാണ് എപ്പോഴും പറയാറായിട്ടുള്ളത്, അല്ലേ? ഇതെനിക്ക് മനസ്സിലായിട്ടുള്ളൂ. They spoke about the difficulties their life. ഒരു സെക്കൻഡേ. നോക്കൂ. അപ്പോൾ they spoke about the difficulties in their life. അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഡിഫിക്കൽട്ടീസിനെ പറ്റിയാണ് അവർ കൂടുതലും സംസാരിക്കാറുള്ളത് എനിക്ക് മനസ്സിലായി. മൈ ഗ്രാൻഡ് ഫാദർ കുഡ് ഓൺലി ലിസൺ ടു ദം. പക്ഷെ ഞാൻ വളരെ ശ്രദ്ധിച്ചൊരു കേസുണ്ട്, എന്റെ ഗ്രാൻഡ് ഫാദർ ഇതെല്ലാം വെറുതെ കാണുന്നേ ഉള്ളൂ, കേൾക്കുന്നേ ഉള്ളൂ. അതേ സൊല്യൂഷൻ ഹി ഡിഡ്ന്റ് ഗീവ് ദം എനി സൊല്യൂഷൻ. അതാണ് പ്രത്യേകത, ഒരു സൊല്യൂഷനും പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ ആ ഒരു പോയിന്റ് നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു വയ്ക്കുക. ഗ്രാൻഡ് ഫാദറിന്റെ പ്രത്യേകത, ഗ്രാൻഡ് ഫാദർ ഈസ് ഓൾവേസ് ലിസണിങ് വാട്ട് ദേ ആർ ടെല്ലിങ്. ഇവർ എന്താണോ പറയുന്നത് അത് എപ്പോഴും ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കും. ബട്ട് ഹി ഡിഡ്ന്റ് ഗീവ് ദം എനി സൊല്യൂഷൻ. ഒരു സൊല്യൂഷനും പറഞ്ഞു കൊടുക്കുന്നത്. ഇപ്പൊ നമ്മളുടെ തന്നെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ, ഇപ്പൊ പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞാൽ എന്റെ മകൻ വരുന്നില്ല ഗ്രാൻഡ് മാസ്റ്റർ വെച്ച്, ഞാൻ എന്ത് ചെയ്യും, ഇത്രയും ഓർഡർ കൊടുത്തുകൊണ്ട് പോകാൻ ബുദ്ധിമുട്ടിയാണ്. അപ്പൊ ഗ്രാൻഡ് ഫാദർ തിരിച്ചിങ്ങനെ, അയ്യോ ഞാൻ മോനോമാന ഒരു ദിവസം കണ്ടു, ഞാൻ പറയാം എന്നൊന്നും അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നില്ല. ഗ്രാൻഡ് ഫാദറിന്റെ പ്രത്യേകത, ഹി ഡിഡ്ന്റ് ഗീവ് ദം എനി സൊല്യൂഷൻ ബട്ട് ഹി ഈസ് ജസ്റ്റ് എ ഗുഡ് ലിസണർ എന്ന് പറയും. എന്താണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത? അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം നല്ലൊരു ലിസണറാണ്. എന്തും മറ്റുള്ളവരുടെ സങ്കടങ്ങളും വറീസും എല്ലാം തന്നെ കേൾക്കാൻ കപ്പാസിറ്റിയുള്ള നല്ലൊരു ലിസണർ ആയിരുന്നു. ഒരു സൊല്യൂഷനും പറഞ്ഞു കൊടുക്കാത്ത നല്ലൊരു ലിസണർ. വി മസ്റ്റ് ഓൾവേസ് ബി ഗുഡ് ലിസണേഴ്സ്. നമ്മളും നല്ല ലിസണേഴ്സ് ആവാൻ ശ്രമിക്കണം. മറ്റുള്ളവരുടെ സങ്കടങ്ങളും ഇതുമൊക്കെ കേൾക്കാനായിട്ട് നല്ല ലിസണേഴ്സ് ആവാൻ ശ്രമിക്കണം. നല്ലൊരു ലിസണറിന് നല്ല ഒരുപാട് ക്വാളിറ്റി വേണം. നമ്മളിപ്പോ ഒരാൾ അയാളുടെ സങ്കടങ്ങൾ ഈ പറയില്ലേ, നീ എന്നോട് ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ പാതി സങ്കടം കുറയും എന്ന് പറയില്ല. അതാണ് ചില ആൾക്കാർക്ക് അവരുടെ മനസ്സിന്റെ ഭാരം ഇറക്കി വെക്കാനായിട്ട് അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന ആൾക്കാരെ വിളിക്കുന്ന പേരാണ് ഗുഡ് ലിസണർ. ഈ ഗുഡ് ലിസണറിന് ഒരുപാട് ക്വാളിറ്റി വേണം, ഒരുപാട് ക്വാളിറ്റീസ് വേണം. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്, ഗ്രാൻഡ് ഫാദർ ഈസ് എ ഗുഡ് ലിസണർ. ഗ്രാൻഡ് ഫാദർ എന്താണ്? ഈസ് എ ഗുഡ് ലിസണർ. വാട്ട് മേ ബി ദ ബെസ്റ്റ് ക്വാളിറ്റീസ് ഓഫ് ദ ഗുഡ് ലിസണർ? ഗുഡ് ലിസണറിന്റെ എന്താണ് ബെസ്റ്റ് ക്വാളിറ്റീസ് എന്ന് പരീക്ഷ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഈ പാഠത്തിന് ഇപ്പൊ നോട്ട് തരാം, അപ്പോഴും ഞാൻ പറയാം, ഓർമ്മിച്ച് വെച്ചിരിക്കും. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ കൊണ്ട് പറയുക. ജസ്റ്റ് ബുക്കിലോട്ട് എഴുതിക്കാണ്. ക്വസ്റ്റ്യൻ നമ്പർ 1, ഹൊറിഗാലു എന്നെഴുതുക. എന്റെ താഴോട്ട് ക്വസ്റ്റ്യൻ എഴുതുക. ബുക്ക് എടുത്ത് എല്ലാവരും വെച്ചിട്ടുണ്ടല്ലോ. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. 4 പോയിന്റാണ്, 4 പോയിന്റ് ആയിട്ടാണ് ആൻസർ അവർ പറഞ്ഞത്. 4 പോയിന്റ് എഴുതിയാൽ question number 1, what qualities a listener what qualities a listener should have in their life? What are the best qualities a listener should have in their life? ഏത് രീതിയിലോ നിങ്ങൾ ഇഷ്ടത്തിന് എഴുതിയാൽ ഇൻ ദെയർ ലൈഫ്. 4 പോയിന്റ് എഴുതി. എന്തൊക്കെ ക്വാളിറ്റിയാണ് വേണ്ടത് ഒരു ലിസണറിന്? ഒരു ലിസണർ എന്തൊക്കെ ക്വാളിറ്റി ഉണ്ടായിരിക്കണം? എന്തൊക്കെ ക്വാളിറ്റി ഉണ്ടായിരിക്കണം അവിടെ? പേഷ്യൻസ് ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യമാണ്. എ ലിസണർ ഷുഡ് ഹാവ്, ഒന്നാമത്തെ പോയിന്റ്, എ ലിസണർ ഷുഡ് ഹാവ്
പേഷ്യൻസ്. രണ്ടാമത്തെ പോയിന്റ് പറയൂ. രണ്ടാമത്തെ പോയിന്റ് എന്താ ഉണ്ടായിരിക്കണം? ലിസണർ ഉണ്ടായിരിക്കാൻ ഏറ്റവും മറ്റൊരു ക്വാളിറ്റി. ഒരു ലിസണർ ആർക്ക് പറഞ്ഞൂടാ? ഒരു നല്ലൊരു ലിസണർ ഉണ്ടായിരിക്കുന്ന ക്വാളിറ്റി എന്താണ്? ഒരു ലിസണർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം എപ്പോഴും നമ്മളിപ്പോ എന്തെങ്കിലും കാര്യം പറയാൻ വരുമ്പോൾ കൈൻഡ് ആയിരിക്കണം, അതിന് സിമ്പതറ്റിക് ആയിരിക്കണ്ടേ. അല്ല ചുമ്മാ എന്തെങ്കിലും കാര്യം പറയുമ്പോൾ അതിനോട് നമ്മൾ എതിർക്കുന്ന വ്യക്തി ആയിരിക്കാൻ പാടില്ല. ഹി ഷുഡ് ബി കൈൻഡ് ആൻഡ് സിമ്പതറ്റിക്. എഴുതിക്കോ, ഹി ഷുഡ് ബി കൈൻഡ് ആൻഡ് സിമ്പതറ്റിക്. ഹി ഷുഡ് ബി കൈൻഡ് ആൻഡ് സിമ്പതറ്റിക്. ഷുഡ് ബി കൈൻഡ് ആൻഡ് സിമ്പതറ്റിക്. ഇനി അടുത്തെന്താണ്? ഒരിക്കലും ഒരു നല്ല ലിസണറിന്റെ പ്രത്യേകത മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുവാനോ ഹേർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ എന്താണ് ജഡ്ജ് ചെയ്യാനോ പാടില്ല. ഹി മസ്റ്റ് നോട്ട് ഗീവ് ദം എനി സൊല്യൂഷൻ. ഒരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാൻ പാടില്ല. അടുത്ത, ഹി ഷുഡ് ഹാവ് ദ ക്വാളിറ്റി, ഹി മസ്റ്റ് നോട്ട് ജഡ്ജ്. എഴുതിക്കും, ഹി മസ്റ്റ് നോട്ട് ജഡ്ജ് ചെയ്യാൻ പാടില്ല. ഹി മസ്റ്റ് നോട്ട് ജഡ്ജ് അബൌട്ട് എനിത്തിങ്. ഹി മസ്റ്റ് നോട്ട് he must not judge anything. അങ്ങനെ പറയാം. ഷുഡ് ഹെൽപ്പ് ഇൻ ടേക്കിംഗ് ഡിസിഷൻസ്. ഇതൊക്കെ പറയാന്നുള്ളതല്ല. പിന്നെന്ത് പറയാം? മൂന്നനായില്ലേ? മതി. ബാക്കി നിങ്ങൾക്ക് അപ്പോഴും എഴുതാറുന്ന അറിയാം. എന്താ ഷുഡ് ഹെൽപ്പ് ഇൻ ടേക്കിംഗ് ഡിസിഷൻസ് ഒക്കെ എഴുതിയിട്ടേക്കില്ല. അപ്പൊ അതുപോലെ നമ്മൾ ഇഷ്ടപ്പെട്ട രീതിയിൽ എഴുതും. ഒരു ലിസണിന് ഈ ക്വാളിറ്റി എല്ലാം തന്നെ വേണം. നമ്മൾ ഈ പാഠം പഠിച്ചിട്ട് ഓട്ടോമാറ്റിക്കായിട്ടും എന്താണ് ലിസണിന് വേണ്ട ക്വാളിറ്റി എന്ന് നമ്മൾ പഠിക്കും. ഗ്രേറ്റ് കോൺസെൻട്രേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പൊ ഓർമ്മിച്ച് വെച്ചിരുന്നതാണ്. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞത് ഗ്രാൻഡ് ഫാദർ ഈസ് എ ഗുഡ് ലിസണർ. വൈ ഹി ബിക്കംസ് എ ഗുഡ് ലിസണർ? എന്തുകൊണ്ടാണ് അദ്ദേഹം ഒരു നല്ല ലിസണർ? ബിക്കോസ് ഹി ഡസന്റ് ഓർ ഹി ഡിഡ്ന്റ് ഗീവ് ദം എനി സൊല്യൂഷൻ ടു ദ പാസഞ്ചേഴ്സ് ഹു ആർ ടോക്കിംഗ് ഹിം. അതായത് പാസഞ്ചേഴ്സ് തന്നോട് എന്താണ് രഹാനെ കൊള്ളാം. ഒരു ലിസണറിന് വേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി നല്ലൊരു ആൻസർ പറഞ്ഞു ചെവി കേൾക്കണം അല്ലേ? കൊള്ളാം, ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ പറഞ്ഞതാണ് വാട്ട് ആർ ദ ബെസ്റ്റ് ക്വാളിറ്റി എന്ന് ചോദിക്കണമെങ്കിൽ എന്താണ്? ഈ ഗ്രാൻഡ് ഫാദറിന്റെ പ്രത്യേകത ഹി ഡിഡ് നോട്ട് ജഡ്ജ് അബൌട്ട് എനിത്തിങ്. ഒന്നിനെ പറ്റി എന്ത് ചെയ്യുന്നില്ല? ജഡ്ജ് ചെയ്യുന്നില്ല. ഇതൊക്കെ അദ്ദേഹത്തിന്റെ വലിയ ക്വാളിറ്റിയാണ്. അപ്പൊ ഗ്രാൻഡ് ഫാദറിന്റെ ക്യാരക്ടർ സ്കെച്ച് പല പരീക്ഷയ്ക്കും ചോദിച്ചിട്ടുള്ളതാണ്. അവിടെ നല്ലോണം ഓർമ്മിച്ച് വെച്ചിരിക്കും. അവസാനം ഞാൻ പറയാം. He wants to go to city. They spoke about the difficulties they lived with. My grandfather could only listen to them and just talking to him. അപ്പൊ ഗ്രാൻഡ് ഫാദർ എന്ത് ചെയ്യുന്നു? വെറുതെ കേട്ടുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ബട്ട് ജസ്റ്റ് ടോക്കിംഗ് ടു ഹിം. പക്ഷെ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ അവിടെ വന്നിരിക്കുന്ന ആൾക്കാരെല്ലാം തന്നെ ജസ്റ്റ് ടോക്കിംഗ് ടു ഹിം, അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ തന്നെ സീംഡ് ടു റീഫ്രഷ് ദം. അവർക്കൊരു എന്താണ് റീഫ്രഷ്നെസ് കിട്ടുന്നുണ്ട്. അവർക്കൊരു ഫ്രഷ്നെസ് വീണ്ടും കിട്ടുന്നുണ്ട് അല്ലേ? അതായത് ഒരു കുളിർമ കിട്ടുന്നുണ്ട് അല്ലേ? അതേ കുളിർമ എന്നാണ് റീഫ്രഷ്നെസ് എന്നതിന്റെ വാക്കിന് മലയാളം. ഫോർ ദ ജേർണി, ആ യാത്രയ്ക്ക് വീണ്ടും മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു റീഫ്രഷ്നെസ് അവർക്ക് കിട്ടുന്നുണ്ട്. ഗ്രാൻഡ് ഫാദറിനോട് വെറുതെ സംസാരിക്കുന്നുണ്ട്. എന്റെ മുത്തച്ഛൻ തിരിച്ചൊരു ഗ്രാൻഡ് ഫാദർ തിരിച്ച് ഒരു സൊല്യൂഷനും പറഞ്ഞു കൊടുക്കുന്നില്ല. പക്ഷെ ഇദ്ദേഹത്തിനോട് സംസാരിക്കുമ്പോൾ തന്നെ ഇവർക്കൊരു എന്തോ ഒരു പ്രത്യേകത കിട്ടുന്നുണ്ട്. അത് ഞാൻ പലപ്പോഴും മനസ്സിലാക്കി അല്ലേ? റീഫ്രഷ് ഫോർ ദ ജേർണി. ആഫ്റ്റർ സം ടൈം, കുറെ നേരം കഴിയുമ്പോൾ ഗ്രാൻഡ് ഫാദറിനോട് സംസാരിച്ച് കുറെ നേരം കഴിയുമ്പോൾ they would pick up their burdens. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, അവരവരുടെ ബർഡൻസ് എല്ലാം തന്നെ, അവരുടെ ഭാരങ്ങൾ, അവർ കൊണ്ടുവരുന്ന സാധനങ്ങളെല്ലാം തന്നെ ഈസി ആയിട്ട് വീണ്ടും എടുക്കും. വിത്ത് സം ഈസ്, വിത്ത് സം ഈസ് എന്ന് വെച്ചാൽ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ അവരെടുക്കും. go on their way. എന്നിട്ട് അവരുടെ യാത്ര വീണ്ടും go on, continue. ഒരിക്കലും മറന്നു വരുത്തിപ്പെട്ട് go on, continue. They continue their journey. അവരുടെ ജേർണി എന്ത് ചെയ്യുന്നു? വീണ്ടും അവരെന്ത് ചെയ്യുന്നു? യാത്ര തുടരുന്നു. After some time they would pick up their burdens with some ease and go on their journey. The Horigalu was an important feature in their lives. എനിക്ക് മനസ്സിലായി, ഹൊരിഗാലു എന്നത് അവരുടെ ജീവിതത്തിൽ, ഈ യാത്രക്കാരുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഫീച്ചർ തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി. ബട്ട് ആസ് എ ചൈൽഡ്, ഒരു കുട്ടിയായിരുന്നത് കൊണ്ടാവാം, ഐ വുഡ് ഓഫൻ നോട്ട് അണ്ടർസ്റ്റാൻഡ് വൈ ദ ബ്ലെസ്ഡ് ഇറ്റ്. അവിടെ വന്ന ആൾക്കാരെല്ലാം തന്നെ ബ്ലെസ് ചെയ്യുന്നു. എന്താണ് ബ്ലെസ് ചെയ്യുന്നത്? എന്താ ബ്ലെസ് ചെയ്യുക? അനുഗ്രഹിക്കുക. അല്ലെങ്കിൽ എന്താണ് ഈ ഹൊരിഗാലു എന്നത്? ഹൊരിഗാലു നന്നായിരിക്കട്ടെ, ഹൊരിഗാലു നല്ലത് വരട്ടെ എന്ന് എപ്പോഴും ബ്ലെസ് ചെയ്യുന്നു. നേരത്തെ ഒരാൾ പറഞ്ഞില്ല, എന്താണ് ഈ ഹൊരിഗാലു ഇവിടെ കൊണ്ടുവച്ചത് ദൈവത്തിന് നന്ദി. ഇങ്ങനെ പലപ്പോഴും ആൾക്കാരെല്ലാം ഹൊരിഗാലിനെ ഭയങ്കരമായിട്ട് പുകഴ്ത്തുന്നു എന്നാണ് മലയാളം.
അല്ലേ? ഹൊറിഗാലുവിന്റെ പ്രത്യേകത ഞാൻ അവസാനം പറയാം. ആ പോയിന്റ് ആണ് അവിടുത്തെ. ഹൊറിഗാലുവിടെ ഫിസിക്കൽ ബേർഡൻ, മെന്റൽ ബേർഡൻ. ഓക്കെ, അപ്പൊ നോക്കിയാണ് ഹൊറിഗ അത് രണ്ടും കൂടെ കണക്ട് ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇപ്പൊ ഒരാൾ വരും, അപ്പൊ അതിന് ശേഷമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ കേട്ടോ. നമുക്ക് പറയാം. ഹൊറിഗാലു അവരുടെ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ഫിസിക്കൽ ബേർഡൻ ആണ് കുറച്ചു കൊടുക്കുന്നത്. ഹൊറിഗാലു ഇപ്പൊ നമുക്ക് ആൻസർ ചെയ്ത് ഹൊറിഗാലു ഹെൽപ്സ് ടു റിലീവ് ദ ഫിസിക്കൽ ബേർഡൻ ആൻഡ് ഗ്രാൻഡ് ഫാദർ ഹെൽപ്സ് ടു റിലീവ് ദ മെന്റൽ ബേർഡൻ. അതാണ് റൈറ്റ് ആൻസർ. അതിൽ നമുക്ക് വേറൊരു ആളും കൂടെ വരുമ്പോൾ അത് നമുക്ക് കണക്ട് ചെയ്ത് മനസ്സിലാവും. ഓക്കെ, നമുക്ക് പിന്നെ പറയാം. നോക്കിയോ എന്താ പറഞ്ഞത്? The Horigalu was an important feature in their lives. Horigalu അവരുടെ ജീവിതത്തിൽ ഇത്രയും ഇമ്പോർട്ടന്റ് ആണെന്ന് എനിക്ക് മനസ്സിലായി. ആസ് എ ചൈൽഡ് ഐ വുഡ് നോട്ട് ഓഫൺ അണ്ടർസ്റ്റാൻഡ് why they blessed it so often being there. ഇവിടെ ഈ ബീങ് there means അവിടെ വരുന്ന ആൾക്കാർ, അവിടെ ഉണ്ടായിരിക്കുന്ന ആൾക്കാരെല്ലാം തന്നെ, അവിടെ യാത്ര ചെയ്ത് അവിടെ ഇരിക്കുന്ന ആൾക്കാരെല്ലാം തന്നെ they are always blessing the Horigalu. But I don't understand why they blessed it. എനിക്ക് മനസ്സിലായില്ല ഇവർ എന്തുകൊണ്ടാണ് ഇതിനെ ബ്ലെസ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലായില്ല. ബിക്കോസ് they are always blessing it. I can see എന്താണ് എനിക്കവിടെ കാണാം. I cannot see any good thing in Horigalu. ഒരു ഹൊറിഗാലുവിൽ എനിക്കൊരു നല്ല കാര്യം ഒന്നും തന്നെ കാണാൻ കഴിഞ്ഞില്ല. ബട്ട് പീപ്പിൾ ഹു ആർ സിറ്റിംഗ് there are always അതാണ് ഇത് ചെയ്യുന്നത്. അതിന് കാരണം പിന്നെ നമുക്ക് പറയാം. നോക്കൂ, ആഫ്റ്റർ ഓൾ എന്തൊക്കെയായാലും ഞാൻ പറഞ്ഞു ഇറ്റ് വാസ് ഓൺലി എ സ്റ്റോൺ ബെഞ്ച്. ഞാൻ പറഞ്ഞു അയ്യേ മുത്തച്ഛ, ഇതൊരു വെറും കല്ലല്ലേ, ഈ കല്ലിന് എന്തിനാ ഈ വരുന്ന ആൾക്കാരല്ലേ ഞാൻ പുകഴ്ത്തുന്നത് എന്ന് പറഞ്ഞു. ഇറ്റ് വാസ് മൈ ഗ്രാൻഡ് ഫാദർ. അപ്പോ എന്റെ ഗ്രാൻഡ് ഫാദർ ആണ് എനിക്ക് പറഞ്ഞത്. ഹു ടോൾഡ് മീ, അദ്ദേഹമാണ് എന്നോട് പറഞ്ഞത്, ചൈൽഡ്, എന്റെ പൊന്നുമോളെ, ഹൊറിഗാലു ഈസ് എസെൻഷ്യലി ഇൻ എനി ജേർണി. ഹൊറിഗാലു എന്നത് എല്ലാ ജേർണിയിലും എല്ലാ യാത്രയിലും വളരെ എസെൻഷ്യലായ ഒന്ന് തന്നെയാണ്. വി ഓൾ ക്യാരി അവർ ബേർഡൻസ്. നമുക്കറിയാം നമ്മളെല്ലാവരും ജീവിതത്തിൽ ബേർഡൻസ് എടുത്തുകൊണ്ട് പോകുന്നതാണ്. നമുക്ക് ജീവിതത്തിൽ രണ്ട് ഭാരങ്ങളാണുള്ളത്. ഒന്ന് നമ്മൾ വിളിക്കുന്ന പേര് മെന്റൽ ബേർഡൻ, രണ്ട് ഫിസിക്കൽ ബേർഡൻ. ചില ആൾക്കാർ കാഠിന്യമായ ജോലി, എന്തുകൊണ്ടാണ് രണ്ട് ജോലികളുണ്ട് നമ്മുടെ നാട്ടിൽ. ഇപ്പൊ പാറപ്പണിയുണ്ട്, കൊത്തപ്പണിയുണ്ട്, അല്ല ഒരുപാട് അങ്ങനെയുള്ള ജോലികളുണ്ട്. അതെല്ലാം തന്നെ നമ്മൾ ചെയ്യുന്ന ഫിസിക്കൽ ബേർഡനാണ് കൂടുതലും. രണ്ടാമത് ഫിസിക്കൽ ബേർഡൻ എന്ന് പറയും. രണ്ടാമത് എന്താണ്? ഓഫീസ് വർക്കുകളിൽ ജോലി ചെയ്യുന്ന ആൾക്കാരെല്ലാം തന്നെ മെന്റൽ ബേർഡനാണ്. ഈ രണ്ട് ബേർഡനുണ്ട്. പക്ഷെ ശമ്പളം കൂടുതൽ ഏതാണെന്ന് ശ്രദ്ധിച്ചാൽ കൂടുതൽ മെന്റൽ ബേർഡൻ ആണ്. കാരണം മെന്റൽ ബേർഡൻ, മെന്റലി ജോലി ചെയ്യുന്ന ആൾക്കാർക്കാണ് കൂടുതൽ സ്ട്രെയിൻ ഉണ്ടാകുന്നത്. ഭയങ്കര സ്ട്രെയിൻ ആണ്. ഫിസിക്കലായിട്ടുള്ള ഇതിന് അത്രയും വലിയ സ്ട്രെയിൻ ഉണ്ടാവത്തില്ല. അത് രണ്ട് രീതിയിലുള്ള ജോലിയാണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഗ്രാൻഡ് ഫാദറും ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞതാണ് നമ്മളെല്ലാവരും നമ്മുടെ ബേർഡൻസ് എടുത്തുകൊണ്ട് പോകുന്നു അക്കോർഡിംഗ് ടു അവർ സിറ്റുവേഷൻസ് ആൻഡ് കപ്പാസിറ്റീസ്. നമുക്ക് ഓരോരുത്തർക്കും ഓരോ സിറ്റുവേഷൻസും ഓരോ കപ്പാസിറ്റിയാണുള്ളത്. അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ മെന്റൽ ബേർഡൻ ആവാം, ഫിസിക്കൽ ബേർഡൻ ആവാം. ഈ ഫിസിക്കൽ ബേർഡനും മെന്റൽ ബേർഡനും നമ്മൾ എടുത്തുകൊണ്ട് പോകുന്നു. ബട്ട് എവറി വൺസ് ഇൻ എ വൈൽ. പക്ഷെ മെന്റൽ ബേർഡൻ എടുത്തുകൊണ്ട് പോകുന്നു. കുറെ നാൾ ഭയങ്കരമായിട്ട് സ്ട്രെയിൻ ചെയ്ത് ഭ്രാന്ത് പിടിച്ചു പോകുന്നു. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്നൊന്ന് ഭയങ്കരമായിട്ട് മെന്റൽ ബേർഡൻ ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന സമയം നമുക്ക് എന്ന് ഇതേപോലെ പോകാൻ പറ്റില്ല. അയാൾ ആത്മഹത്യ ചെയ്തിരിക്കും ഉറപ്പായിട്ട്. ഇത്രയും മെന്റൽ ബേർഡൻ കിട്ടുന്ന ആൾ ആത്മഹത്യ, ഭയങ്കരമായിട്ട് മെന്റൽ ബേർഡൻ കിട്ടുന്ന ആൾ ആത്മഹത്യ. ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ വി നീഡ് ടു സ്റ്റോപ്പ്. മെന്റൽ ബേർഡൻ എടുത്തുകൊണ്ട് ഇങ്ങനെ പോകും. നമ്മളിങ്ങനെ ഒരു ആഴ്ചതോറും നമ്മളിങ്ങനെ തലച്ചോറിനകത്ത് ഇതെല്ലാം ഭ്രാന്ത് പിടിപ്പിച്ച് നമുക്ക് വെക്കത്തില്ല. നമ്മൾ എവിടെയെങ്കിലും നേരാക്കി വെച്ചേ പറ്റുള്ളൂ. അതുപോലെ ഫിസിക്കൽ ബേർഡൻ. ഒരു ദിവസം നമുക്ക് ആരിലാണ് നമ്മൾ പോവുകയുള്ളൂ, കൊല്ലം വരാ ഒരു വലിയൊരു ചാക്ക സിമന്റ് ചാക്ക നമ്മുടെ തലയെടുത്ത് ഇങ്ങനെ നടന്നുകൊള്ളാം. അങ്ങനെ നടക്കാൻ പറ്റുമോ? 10-20 കിലോമീറ്റർ നടക്കാൻ പറ്റുമോ? ഇത്രയും ദൂരം നമുക്ക് വി നീഡ് ടു സ്റ്റോപ്പ് സംവെയർ. അതായത് നമുക്ക് ഒരിക്കലും നമ്മുടെ മെന്റൽ ബേർഡനും ഫിസിക്കൽ ബേർഡൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല, നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അങ്ങനെ കൊണ്ടുവരാനായിട്ട് ഒരിക്കലും പറ്റില്ല. വി നീഡ് ടു സ്റ്റോപ്പ്. മനസ്സിലായ? നമുക്ക് എവിടെയെങ്കിലും അത് ഇറക്കി വെച്ചേ പറ്റൂ, അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും അത് നിർത്തിയേ പറ്റൂ. അതാണ് കുഴപ്പം. വി നീഡ് ടു സ്റ്റോപ്പ് ആൻഡ് പുട്ട് ഡൗൺ ദ ബേർഡൻ. നമുക്ക് ആ ബേർഡൻ എങ്ങനെയെങ്കിലും വി മസ്റ്റ് പുട്ട് ഡൗൺ ദ ബേർഡൻ ആൻഡ് റെസ്റ്റ്. നമ്മൾ റെസ്റ്റ് എടുത്തേ പറ്റൂ. പുട്ട് ഡൗൺ ചെയ്യാം, പുട്ട് ഡൗൺ, പുട്ട് ഡൗൺ, പുട്ട് ഡൗൺ. പുട്ട് ഡൗൺ മീൻസ് ഇറക്കി വെക്കുക എന്നുള്ള മീനിങ് ഇവിടെ കേട്ടാ. പുട്ട് ഡൗൺ ചെയ്യാം. നമുക്ക് ഈ ബേർഡൻ എവിടെയെങ്കിലും ഇറക്കി വെച്ചേ പറ്റൂ. ഏത് ബേർഡൻ? ബോത്ത് മെന്റൽ ഓർ ഫിസിക്കൽ, ആൻഡ് ഫിസിക്കൽ. എയ്തർ മെന്റൽ ഓർ ഫിസിക്കൽ. മെന്റൽ ആയിക്കോട്ടെ ഫിസിക്കൽ ആയിക്കോട്ടെ, ഈ രണ്ട് ബേർഡൻ നമ്മൾ എവിടെയെങ്കിലും ഇറക്കി വെച്ചേ പറ്റൂ. അത് നമ്മൾ ചെയ്തേ പറ്റൂ എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഓൺലി ദെൻ, അതിനുശേഷം മാത്രമേ ക്യാൻ വി ബി റീഫ്രഷ്ഡ്. നമുക്ക് എന്ത് കിട്ടൂ? റീഫ്രഷ്നെസ് കിട്ടൂ. നമുക്കൊരു കുളിർമ കിട്ടൂ. ഇനഫ് ടു പിക്കപ്പ് അവർ ലോഡ് വൺസ് മോർ. ഒരിക്കൽ കൂടി ആ ലോഡ് മെന്റൽ ബർഡൻ ആയാലും ഫിസിക്കൽ ബർഡൻ ആയാലും നമ്മൾ കൊണ്ടുപോകുന്ന സമയത്ത് നമുക്ക് ഈ രണ്ട് സാധനങ്ങളും എപ്പോഴെങ്കിലും നമ്മൾ ഇറക്കി വെച്ചേ പറ്റൂ. ഇറക്കി വെച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, നമുക്ക് ഒരു ആശ്വാസം കിട്ടും. നിങ്ങളിവിടെ കാര്യം ശ്രദ്ധിച്ചാൽ ഇവര് നടന്നു വരുന്ന ആൾക്കാർ ഒരേ സമയം തന്നെ ഇവർ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ച് മെന്റൽ ബേർഡനുമായിട്ടാണ് വരുന്നത്. രണ്ടാമത്തെ കേസാ വരുന്ന സമയത്ത് അവർ ഫിസിക്കൽ ബേർഡനുമായിട്ടാണ് വരുന്നത്. അപ്പൊ ഈ വരുന്ന ആൾക്കാർക്ക് ഒരേ സമയം ഫിസിക്കൽ ബേർഡനുണ്ട്, മെന്റൽ ബേർഡനുണ്ട്. അപ്പൊ അവർ ചുമട് താങ്ങി അഥവാ ഹൊറിഗാലുവിന്റെ മുകളിൽ യാതൊകൊണ്ടങ്ങ് ഇറക്കി വെച്ച് ഈ ഒരു ചുമട് കൊണ്ട് ഇറക്കി വെച്ചു. അപ്പൊ അവരുടെ ഫിസിക്കൽ ബേർഡൻ അവോയ്ഡ് ചെയ്തു. അതായത് ഹൊറിഗാലു ഹെൽപ്സ് ദം ടു അവോയ്ഡ് ദെയർ ഫിസിക്കൽ ബർഡൻ. അതാണ് കൊച്ചു നേരത്തെ എഴുതിയത്. ഹൊറിഗാലു ഹെൽപ്സ് എവ്രി പാസഞ്ചർ ടു അവോയ്ഡ് ദെയർ ഫിസിക്കൽ ബർഡൻ.
അപ്പൊ ഈ ഫിസിക്കൽ ബേർഡൻ അവിടെ ഇറക്കി വെച്ച് ഇത് കഴിഞ്ഞിട്ടാണ് മുത്തച്ഛൻ സംസാരിക്കുന്നത്. മുത്തച്ഛൻ സംസാരിക്കുമ്പോൾ മുത്തച്ഛന്റെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞാൽ അങ്ങനെയൊക്കെയാണ് ജീവിതങ്ങൾ, ഇനിയിപ്പോ പോട്ട് എന്നുള്ള രീതിയിൽ പറയുന്ന സമയത്ത് ഏറ്റവും അവസാനം ഇങ്ങനെ കൂടെ പറയുമ്പോൾ അവർ ആ മെന്റൽ ബേർഡൻ ആരുടെ മുന്നിൽ ഇറക്കി വെക്കുന്നു? ഗ്രാൻഡ് ഫാദറിന്റെ മുമ്പ് ഇറക്കി വെക്കുന്നു. അതായത് ഗ്രാൻഡ് ഫാദർ ഹെൽപ്സ് ദ പാസഞ്ചേഴ്സ് ടു put down their mental burden, and Horigalu helps the passengers to put down their physical burden. അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ പറയാൻ ഇപ്പോഴാരാ അതിന് മുമ്പേ പറഞ്ഞു, അനീബി ആദ്യമേ പറഞ്ഞു. മനസ്സിലായ പോയിന്റിലെത്തിയല്ലേ നമുക്കത് പറയാൻ പറ്റും. ഇതാണ് ആ പോയിന്റ്. അപ്പൊ ആര് പറഞ്ഞത്? നമ്മുടെ ഗ്രാൻഡ് ഫാദർ പറഞ്ഞ ഒരു ഡയലോഗ്, മോളെ ഹെറിഗാലു എന്നത് ഓരോരുത്തരുടെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒന്ന് തന്നെയാണ്. ഹെറിഗാലുവിന് അത്രയും പ്രത്യേകത ഉണ്ട്. നമ്മള് ബട്ട് എവറി വൺസ് ഇൻ എ വൈൽ നമുക്ക് എല്ലാവരും നമ്മുടെ വി ക്യാരി അവർ ബേർഡൻസ്, എയ്തർ ഫിസിക്കൽ ഓർ മെന്റൽ, ഇൻ അവർ ഓൺ എന്താണ് കപ്പാസിറ്റീസ് ആൻഡ് ടു അവർ ഓൺ കപ്പാസിറ്റീസ് ആൻഡ് സിറ്റുവേഷൻസ്. നമ്മുടെ സിറ്റുവേഷൻസും കപ്പാസിറ്റിക്ക് അനുസരിച്ച് മാത്രമാണ് നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മുടെ പ്രത്യേകത. പക്ഷെ നമ്മുടെ പ്രത്യേകത നമുക്ക് എന്താണ്? വി നീഡ് ടു സ്റ്റോപ്പ് or we need to put down our mental or physical burden somewhere. But എന്താണ്? Under the banyan tree there is a man, his name എന്താണ്? The grandfather, who helps the passengers to put down their physical burden, mental burden. And under the banyan tree there is a thing that is a horigalu, and it helps the passengers who are sitting there to put down their the burden, physical burden. Physical burden, mental burden ഇറക്കിക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായ how Sudhamurti or the author, how Sudhamurti connects Horigalu to ആരാണ്? നമ്മുടെ ഗ്രാൻഡ് ഫാദർ. Because both are same, both are doing the same thing, both are doing the social service. What is social service? സമൂഹത്തിന് വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് സോഷ്യൽ സർവീസ്. Both the Horigalu and the grandfather are doing എന്താണ് ട്രമൻഡസ് സോഷ്യൽ സർവീസ്. സോഷ്യൽ സർവീസ് ആണ് ഇവർ ചെയ്യുന്നതെന്ന് യാതൊരു സംശയമില്ല. ബിക്കോസ് ദേ ആർ ഹെൽപ്പിംഗ് ദ പീപ്പിൾ ഹു ആർ സിറ്റിംഗ് ദെയർ, അല്ലെ, ടു അവോയ്ഡ് ഓർ ടു പുട്ട് ഡൗൺ ദർ ഫിസിക്കൽ ആൻഡ് മെന്റൽ ബേർഡൻ. ഇവിടെ ഫിസിക്കലും മെന്റലും ആയിട്ടുള്ള ബേർഡൻ താഴെ ഇറക്കി വെക്കാനായിട്ട് ബോത്ത് ഗ്രാൻഡ് ഫാദർ ആൻഡ് നമ്മുടെ ഗ്രാൻഡ് ഫാദർ, അതുപോലെ തന്നെ രണ്ടാമത് ഹൊറിഗാലും സഹായിക്കുന്നത് കൊണ്ട് നമുക്ക് പറയാൻ പറ്റും, ഇതെന്താണെന്ന് പറയാൻ പറ്റും, ഇവർ രണ്ടുപേരും ചെയ്യുന്ന ട്രമൻഡസ് സോഷ്യൽ സർവീസ് ആണെന്ന്. മനസ്സിലായ? അപ്പൊ ഇദ്ദേഹം പറഞ്ഞ ടു പുട്ട് ഡൗൺ ദ ബേർഡൻ ആൻഡ് റെസ്റ്റ്, ഓൺലി ദെൻ ക്യാൻ വി ബി റീഫ്രഷ്ഡ് ടു പിക്ക് അപ്പ് ദ ലോഡ്സ് വൺസ് മോർ. ദ ഹൊറിഗാലു ഗീവ്സ് എവ്രി വൺ ദ ഓപ്പർച്യൂണിറ്റി ടു ഡു സോ. എന്റെ പൊന്നുമോളെ, ഹൊറിഗാലു എന്ന് പറയുന്ന ഈ സാധനത്തിന്റെ പ്രത്യേകത എല്ലാവർക്കും റെസ്റ്റ് ചെയ്യാനായിട്ടുള്ളതും അവരുടെ ഫിസിക്കൽ ബേർഡൻ ഇറക്കി വെക്കാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, അവസരം നൽകുകയാണ് ആര്? ഹൊറിഗാലു. അതുകൊണ്ട് ഹൊറിഗാലു ഒരു ഹെൽപ്പർ അല്ലേ? പറമോളിനെ ഹൊറിഗാലുവിനെ അവരെല്ലാവരും പുകഴ്ത്തതിൽ എന്താണ് ഒരു അർത്ഥം ഇല്ലേ എന്ന് എന്റെ മുത്തച്ഛൻ എന്നോട് പറഞ്ഞു തന്നപ്പോഴാണ് ഐ ആക്ച്വലി അണ്ടർസ്റ്റുഡ് വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ദ ഹൊറിഗാലു എന്നെനിക്ക് മനസ്സിലായല്ലേ. ഇറ്റ് ഹെൽപ്സ് ദ പീപ്പിൾ റീഗെയിൻ ദെയർ സ്ട്രെങ്ത്. ഹൊറിഗാലുവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത റീഗെയിൻ ദെയർ സ്ട്രെങ്ത്. അവരുടെ ആ ഒരു സ്ട്രെങ്ത് വീണ്ടെടുക്കുന്നതിന്, ആ സ്ട്രെങ്തും കപ്പാസിറ്റി ഒക്കെ വീണ്ടെടുക്കുന്നതിന് ഹൊറിഗാലു ആൾക്കാരെ എല്ലാവരെയും സഹായിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ നമ്മൾ ഈ പാഠത്തിന്റെ മുക്കാൽ ഭാഗത്തോടെ എത്തിയിരിക്കുകയാണ്. നമ്മൾ ഇപ്പോൾ പറഞ്ഞ് 2 പാരഗ്രാഫ് വായിച്ചു നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അവിടുത്തെ ക്വസ്റ്റ്യൻ ഏതാണെന്ന് ഞാൻ പറഞ്ഞു തന്നു. ഏതാണ് ക്വസ്റ്റ്യൻ? എങ്ങനെയാണ് ഹൊറിഗാലു, ഹൗ സുധാമൂർത്തി കണക്ട്സ് ഹൊറിഗാലു ടു ഗ്രാൻഡ് ഫാദർ? ക്വസ്റ്റ്യൻ ഇപ്പൊ എഴുതണം, കാരണം നമ്മൾ വേറൊരു വ്യക്തിയും കൂടെ ഇതിൽ പഠിക്കും. എന്നിട്ട് ആ വ്യക്തിയും കൂടെ കണക്ട് ചെയ്ത് മാത്രം ഒറ്റ ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതി പഠിച്ചാൽ മതി. ഇപ്പൊ തൽക്കാലത്തേക്ക് വായിച്ചു നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. Okay.